മാർത്താറ്റ് കുന്നുകുളം മാർത്തോമ ഇടവകയുടെ പ്രിയപുത്രനും മലങ്കര മാർത്തോമ സുറിയാനി സഭയുടെ സഫ്രഗൻ മെത്രാപ്പോലിത്തയുമായ അഭിവന്യ ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് തിരുമേനി ഇപ്പോൾ ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാസന അധ്യക്ഷനായി ചുമതല വഹിക്കുന്നു. തിരുമേനിയുടെ 74-ാം ജന്മദിന ആഘോഷ ശുശ്രൂഷയിൽ പങ്കുചേരാൻ വന്നിരിക്കുന്ന എല്ലാ അംഗങ്ങളെയും ഈ നിമിഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയ്ക്കായി എല്ലാവർക്കും എഴുന്നേൽക്കാം. ഇപ്പോൾ ശ്രീ CC പാപ്പച്ചൻ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുന്നു. പ്രാർത്ഥനയ്ക്കായിട്ട് മുമ്പ് തലകളെ വണക്കാം. നിത്യനായ ദൈവമേ, വാഴ്ത്തപ്പെട്ട കർത്താവേ, ഈ പരിശുദ്ധ ദിവസത്തിൻ്റെ രാവിലെ സമയത്ത് തന്നെ ആരാധിപ്പാനും സ്തുതിപ്പാനും നിന്റെ വചനം കേൾക്കുവാൻ തക്കവണ്ണവും അവിടുന്ന് നിങ്ങൾക്ക് സഹായിച്ച വലിയ കൃപയ്ക്കായിട്ട് നന്ദിയോടെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു. പ്രത്യേകമായിട്ട് കർത്താവെ, നിങ്ങളുടെ തിരുമേനിയുടെ 74-ാം ജന്മദിനം ആഘോഷിക്കുന്നതായ ഈ സമയത്ത് തിരുമേനിക്ക് വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കൃപ ധാരാളമായിട്ട് ചൊരിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, വേണ്ടതായ ആരോഗ്യവും ദീർഘായുസ്സും കർത്താവെ അവിടുത്തെ മകന് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ നിന്നെ സ്നേഹിച്ച് ഭയപ്പെട്ട് ജീവിപ്പാൻ തക്കവണ്ണം നിങ്ങൾക്കെല്ലാവർക്കും സഹായിക്കണമേ. വന്നിരിക്കുന്ന ഞങ്ങളെല്ലാവരെയും കർത്താവെ അനുഗ്രഹിക്കണമേ, ആശീർവദിക്കണമേ. കൃപ നിങ്ങളോട് കൂടെ ഇരിക്കണമേ. എല്ലാ കൃപകൾക്കായിട്ട് നിങ്ങളിലേക്ക് തന്നെ നിങ്ങൾ നോക്കുന്നു. യേശുവിന്റെ നാമത്തിൽ താഴ്മയായിട്ട് അപേക്ഷിച്ചു കൊള്ളുന്നു. സ്വാഗത പ്രസംഗത്തിനായി ഇടവക സെക്രട്ടറിയായ ശ്രീമതി ഷീന ബിജുവിനെ സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവനാമം മഹത്വപ്പെടട്ടെ. ഇടവകയുടെ ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷത്തിൽ നാം ഇന്നായിരിക്കുന്നതിൽ ഏറെ സന്തോഷവും ദൈവത്തോട് നന്ദിയും ഉള്ള ഒരു അസുലഭ നിമിഷമായി ഇതിനെ കാണുന്നു. നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന അഭിവന്യ തിരുമേനിയുടെ ജന്മദിന യോഗത്തിൽ മാതൃ ഇടവകയായി നമുക്കൊരുമിച്ച് ചേരാൻ ദൈവം തന്ന ഭാഗ്യത്തെ ഓർത്ത് ദൈവത്തെ വീണ്ടും സ്തുതി സ്തോത്രങ്ങൾ അർപ്പിക്കുന്നു. 73 വർഷത്തെ പൂർണ്ണമായ ജീവിതം പരിപൂർണമായി കർത്താവിന് വേണ്ടി അർപ്പിക്കുവാനും കർത്തൃ ശുശ്രൂഷയിൽ ആയിരിക്കാനും ഇന്ന് തിരുമേനി വചനത്തിലൂടെ നമ്മോട് സംസാരിച്ചതുപോലെ തന്നെ ലോകത്തിൻ്റെ മൂല്യങ്ങൾ നൽകുന്നതിന് പകരം ദൈവിക മൂല്യങ്ങൾ പകർന്നു നൽകാൻ വേണ്ടി അന്നേ ആഗ്രഹിച്ചൊരമ്മ, ഞാൻ ഇത്തരണത്തിൽ ആ അമ്മയെ ഓർക്കുകയാണ്. നമ്മളെല്ലാവരും അമ്മമാരാണ്, എന്നാൽ എത്ര കണ്ട് നമുക്കതിന് സാധിച്ചിട്ടുണ്ട് എന്ന ഇത്തരണത്തിൽ നാം വിചിന്തനം ചെയ്യേണ്ടതുണ്ട്. ദീർഘദൃഷ്ടിയോടെ ദൈവിക മൂല്യങ്ങൾ, ദൈവിക വളർച്ചയിലായിരിക്കാൻ ഒരു മകനെ പരിപൂർണമായി ദൈവവേലയ്ക്കായി സമർപ്പിക്കാൻ സാധിച്ച അമ്മയുടെ വലിയ തീരുമാനമാണ് ഇന്ന് നമുക്ക് ഇങ്ങനൊരു ധന്യ നിമിഷമായി ഇവിടെ തീർന്നത് എന്ന് ഏറെ സ്നേഹത്തോടെ പറയുന്നതിൽ എനിക്കേറെ അഭിമാനമുണ്ട്. ഇങ്ങനെയൊരു യോഗം ക്രമീകരിക്കുമ്പോൾ പ്രൗഢഗംഭീരമായ വലിയ ബഹുലതകളൊന്നുമില്ലാത്ത ഒരു ചടങ്ങ്. കാരണം നമ്മുടെ മാതൃഇടവകയിൽ കൂടുതലായി തിരുമേനിയെക്കുറിച്ച് ഞാൻ സംസാരിച്ച് പരിചയപ്പെടുത്തേണ്ട ഒരു പക്ഷേ പരിമിതമായ അറിവുകളുള്ളത് എനിക്കായിരിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. നമ്മുടെ സീനിയർ സിറ്റിസൺ അംഗങ്ങളായാലും ഇടവക മിഷൻ അംഗങ്ങളായാലും സേവികാ സംഘാംഗങ്ങളായാലും എന്തിനേറെ പറയുന്നു യുവജന സഖ്യ സൺഡേ സ്കൂൾ വിദ്യാർത്ഥിനികളായാലും എല്ലാവർക്കും ഒരുപോലെ പരിചിതനാണ് നമ്മുടെ തിരുമേനി. ഈ ഒരു യോഗത്തിൽ സ്വാഗതം ആശംസിക്കാൻ സാധിച്ചു എന്നത് വലിയ ദൈവിക പദ്ധതിയായി ഞാൻ കണക്കിലാക്കുന്നു. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയില്ല എന്ന് സദൃശ്യവാക്യം 22-ാം അധ്യായം 6-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ആ ഒരു ആപ്തവാക്യത്തിൽ അധിഷ്ഠിതമായി മുന്നോട്ട് പോകുവാൻ തിരുമേനിക്ക് ഇത്രയും കാലം സാധിച്ചു. നമ്മുടെ ഇടവകയ്ക്ക് അത് ഏറ്റവും അഭിമാനകരമായ ഒരു നിമിഷമാണ് എന്നതിൽ ഏറ്റവും സന്തോഷവും ചാരിതാർത്ഥ്യവും ഉണ്ട്. യോഗാധ്യക്ഷനായി നമ്മുടെ ഇടവക വികാരി
എല്ലാ പ്രവർത്തനങ്ങൾക്കും, ഇടവകയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ദിവ്യശ്രീ കോശി കുര്യൻ കശീശ നമ്മോടൊപ്പമുണ്ട്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷ പദവി അലങ്കരിക്കുന്ന അച്ഛനെ ഏറ്റവും സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ ഓരോരുത്തർക്കും ഒരുപാട് നല്ല ഓർമ്മകൾ നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഓടി മാറി മറയുന്നത് ഞാൻ പലരുടെയും മുഖത്ത് എനിക്ക് ദർശിക്കാൻ സാധിക്കുന്നുണ്ട്. ഔദ്യോഗികമായ എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ഇന്നേ ദിവസം മാതൃഇടവകയിൽ നമ്മളോടൊപ്പം ആയിരിക്കാൻ തിരുമേനി കാണിച്ച വലിയ മനസ്സിനെ, നമ്മളോടൊപ്പം എല്ലാം ആയിരിക്കുന്ന ആ ഒരു അസുലഭ നിമിഷത്തെ ഏറ്റവും സ്നേഹത്തോടെ ഓർക്കുന്നു. ഞങ്ങളുടെ ഇടവകയ്ക്ക് നൽകുന്ന എല്ലാ കൈത്താങ്ങിനും സന്തോഷത്തിനും സ്നേഹത്തിനും ഏറ്റവും നന്ദി കരയേറ്റിക്കൊണ്ട് തിരുമേനിയെ ഏറെ ഹൃദ്യമായി ഈ ഒരു വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭദ്രാസന സെക്രട്ടറിയായി പ്രവർത്തിക്കുന്ന ദിവ്യശ്രീ സജു ബി ജോണച്ചൻ, ഏറെ തിരക്കുകളും അതിലേറെ ഉത്തരവാദിത്തങ്ങളുള്ള ഒരു പദവിയാണ് ഭദ്രാസന സെക്രട്ടറി പദവി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഔദ്യോഗികമായ എല്ലാ തിരക്കുകളിൽ നിന്നും മാറ്റി നിർത്തി ഇന്നേ ദിവസം, ഈ വിശുദ്ധ ദിവസം പ്രഭാതത്തിൽ കുർബാനയിലും തുടർന്നുള്ള ഈ ചടങ്ങിലും നമ്മോടൊപ്പം ആയിരിക്കാൻ കാണിച്ച വലിയൊരു തീരുമാനം അതേറെ ഹൃദ്യമാണ്. അച്ഛൻ്റെ എല്ലാ സ്നേഹത്തിനും ഞങ്ങളുടെ ഇടവയോട് കാണിക്കുന്ന എല്ലാ കരുതലിനുമായി അച്ഛനോട് നന്ദി പറയുകയും അച്ഛനേറെ സ്നേഹത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ന് ഈ യോഗത്തിൽ വിവിധ ശുശ്രൂഷകൾ അർപ്പിക്കുന്ന നമ്മുടെ ഇടവകയിലെ വ്യത്യസ്ത സംഘടനകളിൽ നിന്നുള്ള ഭാരവാഹികൾ, ക്രൈസ്തവ സമിതി അംഗങ്ങൾ, സൺഡേ സ്കൂൾ വിദ്യാർത്ഥികൾ, സേവിക സംഘ പ്രതിനിധി, ആശംസകൾ അർപ്പിക്കുന്ന വ്യത്യസ്തരായ വ്യക്തികൾ, എല്ലാമുപരി നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്ന നമ്മുടെ ഇടവകയുടെ താങ്ങും തണലുമായി നിൽക്കുന്ന നമ്മുടെ ഇടവക ജനങ്ങൾ എല്ലാവരെയും ഒരിക്കൽ കൂടി ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു. അധ്യക്ഷ പ്രസംഗം നിർവഹിക്കുന്നതിനായി നമ്മുടെ ഇടവക വികാരിയായ റവറൻ കോശി കുര്യൻ അച്ഛനെ ക്ഷണിക്കുന്നു. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരു പ്രാവശ്യം കർത്താവിൻ്റെ സന്നിധിയിൽ ദേവാലയത്തിൽ കടന്നു വരാൻ തക്കോണം ദൈവം നമ്മളിവിടെ ഇടയാക്കിയതായിരുന്നു ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് കിട്ടുമെന്നുള്ള എനിക്ക് ജീവിതത്തിൽ പോലും അങ്ങനെ ഒരു ഉറപ്പില്ലാത്ത സംഗതികളാണ്. എന്നാൽ ആർത്താറ്റ് ഇടവകയിൽ വന്ന് ചാർജ് എടുക്കിയതിന് ശേഷം അഭിമാനകരമായിരിക്കുന്ന ഒരു ഇടവകയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ ദൈവം തമ്പുരാനോടൊന്ന് വിളിച്ചതിനായിട്ട് ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്കറിയാം, ഈ ഇടവകയിൽ സംബന്ധിച്ച് നമുക്ക് ഇവിടെ പറയുന്നത് പോലെ നമുക്ക് 2 തിരുമേനിമാർ, 2 പള്ളി, 2 ശവക്കോട്ട എന്ന് പറയുന്നത്, 2 ചാപ്പൽ എന്ന് പറയുമ്പോൾ വളരെയധികമായ അഭിമാനമുണ്ട്. എന്നാൽ ഈ അധ്യക്ഷ പ്രസംഗത്തിനകത്ത് ഞാൻ തിരുമേനിയുടെ ഒരു അനുവാദത്തോടെ നമുക്കൊരു 2 അച്ഛന്മാരുടെ ഈ ഇടവകയിൽ നിന്ന് കിട്ടുവാൻ ദൈവം തമ്പുരാനോടൊന്ന് സഹായിക്കട്ടെ. അതോടൊപ്പം തന്നെ ഒരു വികാരിയുടെ കൂടെ 2 വികാരിമാരിവിടെ വന്ന് ശുശ്രൂഷ ചെയ്യുവാൻ ദൈവോടൊന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്നെ സംബന്ധിച്ചോളം ഇന്ന് ഇവിടെ അധ്യക്ഷ പ്രസംഗം പ്രസംഗിപ്പാൻ തക്കോണമാണ് ഇവിടെ. നമുക്കറിയാം, മലങ്കര മാർത്തോമാ സുറിയാനി സഭയ്ക്ക് നേതൃത്വം കൊടുക്കുവാൻ തക്കോണം ദൈവം തമ്പുരാൻ അവിടുന്ന് അഭിഷിക്തന്മാരെ അവിടുന്ന് വിളിച്ച് വേർതിരിച്ച് ദൈവിക സന്നിധിയിൽ നമ്മളവിടുന്ന് ആക്കുമ്പോൾ 1951 നവംബർ മാസം 25-ാം തീയതി ഈ ഇടവകയിൽ നിന്ന് ഈ ഇടവകയുടെ ഒരു പുത്രനായി നമ്മുടെ ഇടവകയ്ക്ക്
നമ്മുടെ സഭയ്ക്ക് നേതൃത്വം കൊടുക്കാൻ തക്കോണം ദൈവം വിളിച്ചതാണ് റൈറ്റ് റെവറൻഡ് ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി. തിരുമേനിയുടെ ജനനദിനമാകുന്നു നാളെ. അതേസമയം മറന്നു പോകാണ്ടാത്ത നമുക്കൊരു കാര്യമാണ് 1932 നവംബർ 25 ഈശോ മാർ തീമത്യോസ്, ഭാഗ്യസ്മരണീയമായ ഈശോ മാർ തീമത്യോസ് തിരുമേനിയുടെയും ബർത്ത്ഡേ ആണ്. രണ്ടുപേരും ഒരേ ദിവസം ജനിക്കുമ്പോൾ, ഇയർ വ്യത്യാസമാകുമ്പോൾ, രണ്ടുപേരുടെയും ബേസ് എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയാണ്. പ്രാർത്ഥനയുടെ ശുശ്രൂഷകളിൽ രണ്ടുപേരെയും കാണുവാനായിട്ട് അവിടുന്ന് ഇടയാക്കി. ഈശോ തിരുമേനിയെ കാണാനായിട്ട് സാധിച്ചിട്ടില്ല. എന്നാൽ അതേ ദിവസം ജനിച്ച മറ്റൊരു തിരുമേനിയെ കാണുവാൻ തക്കോണം ദൈവം ഇവിടുന്ന് ഇടയാക്കിയതിനായിട്ട് ദൈവത്തെ സ്തോത്രം ചെയ്യുന്നു. നാളെ നമ്മുടെ ബഹുമാനപ്പെട്ട തിരുമേനി 73rd ബർത്ത്ഡേക്ക് പ്രവേശിക്കുമ്പോൾ അധികമായ സന്തോഷമുണ്ട്, അതിനപ്പുറമായിട്ട് ദുഃഖമുണ്ട്. സന്തോഷം, ബർത്ത്ഡേ ഓൾവേസ് ഗീവ്സ് ഹാപ്പിനെസ്, ബട്ട് റിമെമ്പർ ഗോഡ് ഹാസ് എ പെർഫെക്റ്റ് ടൈം, പെർഫെക്റ്റ് പ്ലേസ് ആൻഡ് പെർഫെക്റ്റ് പർപ്പസ്. ആ പർപ്പസ് കഴിയുമ്പോൾ ദൈവം നമ്മളെ ദൈവിക സന്നിധിയിൽ എടുക്കപ്പെടും. ദൈവം തമ്പുരാൻ്റെ പർപ്പസ് ചെയ്യാൻ തക്കോണം, വേദനകളുടെ മധ്യത്തിൽ കടന്നു വരുവാൻ തക്കോണം അവിടുന്ന് നമ്മുടെ തിരുമേനിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഇടവകയുടെ ഉത്തരവാദിത്വമാണ്, നമ്മുടെ മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്, സഹോദരങ്ങളുടെ ഉത്തരവാദിത്വമാണ്. നമ്മുടെ എല്ലാ തിരുമേനിമാരെ ഓർത്ത് നമുക്ക് പ്രാർത്ഥിക്കുകയും അതിൻ്റെ അപ്പുറമായിട്ട് നമ്മുടെ ഇടവകയുടെ 2 പുത്രന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട വളരെയധികമായ അത്യാവശ്യമായ ഉള്ളവർ. നമ്മുടെ ഇടവക പ്രാർത്ഥിച്ചില്ലെങ്കിൽ ലോകം പ്രാർത്ഥിക്കാൻ ഒരിക്കലും ആഗ്രഹിക്കില്ല. നമ്മുടെ പ്രാർത്ഥനയിൽ ഈ നാൾ വരെ ഓർത്തതിനായിട്ട് ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. പുതിയൊരു വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവം തമ്പുരാൻ തിരുമേനിയോട് ബലപ്പെടുത്തുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ. കൂടുന്ന സംഘർഷങ്ങളുടെ മധ്യത്തിൽ ദൈവം തമ്പുരാൻ ആ സംഘർഷങ്ങളെ കണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷകൾ പോലെ ദൈവം തമ്പുരാൻ അതിമനോഹരമായ വേദനകളുടെ ശുശ്രൂഷകൾ അവിടുന്ന് ചെയ്യുവാനും കർത്താവിനെ മഹിമപ്പെടുത്തുവാൻ തക്കോണം അനേകർക്ക് അവിടുന്ന് കൈത്താങ്ങാകുവാനും പാവപ്പെട്ടവർക്ക് കർത്താവിൻ്റെ കരങ്ങളായി തീരുവാൻ തക്കോണം അവിടുന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുകയാണ്. ഇന്ന് നമ്മളോടൊപ്പം യാദൃശ്യമായിട്ടായാലും നമ്മളോടൊപ്പം നമ്മുടെ കുന്നംകുളം മലബാർ ഭദ്രാസന സെക്രട്ടറി ആയിരിക്കുന്ന റെവറൻഡ് സജു ബി ജോണും അച്ഛന് ഈ വേദിയിൽ സംബന്ധിക്കുന്ന ദൈവം അവിടുന്ന് വിളിച്ച് വേർതിരിച്ച ഈ ശുശ്രൂഷയും അച്ഛനെയും അവിടുന്ന് ആക്കിയിരിക്കുന്നല്ലോ, അതിനായിട്ട് ദൈവത്തെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. അധ്യക്ഷ പ്രസംഗത്തിനായിട്ട് ഞാൻ കൂടുതൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. എന്നാൽ ദൈവം തന്നിരിക്കുന്ന പദ്ധതികൾ, ദൈവം തന്നിരിക്കുന്ന കൃപകൾ, അനുഗ്രഹങ്ങൾ ദൈവത്തിനെ അനുസരിച്ച് ജീവിപ്പിക്കാൻ തക്കോണം നമ്മളെ എല്ലാവരെയും അവിടുന്ന് ഇടയാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. ഇനി നമ്മൾ ബഹുമാനപ്പെട്ട തിരുമേനി ഈ ഒരു മധുര അല്ലെങ്കിൽ ഒരു നല്ല ഒരു മുഹൂർത്തത്തിന് പോകുമ്പോൾ ഒരു മധുരം കട്ട് ചെയ്യാനായിട്ട് കേക്ക് കട്ടിംഗ് സെറമണിയിലേക്ക് ബഹുമാനപ്പെട്ട തിരുമേനിയെ ക്ഷണിച്ചുകൊള്ളുന്നു. A cake is a piece of confectionery shared among purest hearts. It is for a remark for the sweeter future. I warmly welcome Right Reverend Dr. Joachim Mark Kurlos, African Metropolitan, to cut the cake on behalf of us and share the sweetness of his life. Mother
ഇപ്പോൾ ജന്മദിനം ആഘോഷിക്കുന്ന തിരുമേനിയെ ഇടവക ട്രസ്റ്റി ശ്രീ ജോൺ ടി തോമസും ഇടവക വികാരിയും ചേർന്ന് പൊന്നാട അണിയിച്ച് ആദരിക്കുന്നതാണ്. അഭിവന്യ തിരുമേനിക്ക് ആശംസകൾ അറിയിക്കുന്നതിനായി കുന്നംകുളം മലബാർ ഭദ്രാസന സെക്രട്ടറി റെവറൻ സജു ബി ജോണച്ചിനെ ക്ഷണിക്കുന്നു. ഏറ്റവും ആദരണീയനായ അഭിവന്യ ഡോക്ടർ യുവാക്കിം മാർ കൂർലോസ് സഫ്രഗൻ മെത്രാപ്പൊലീത്ത തിരുമേനി, ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട കോശി കുര്യനച്ചൻ, പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും ക്രിസ്തുനാമത്തിൽ സ്നേഹവന്ദനം. ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസത്തിലാണല്ലോ നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ ആരാധനയോട് ചേർന്ന് പങ്കുചേരുന്നത്. കുന്നംകുളം മാർത്താറ്റ് ഇടവകയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായി മലങ്കര സഭയ്ക്ക് കാലാനുസൃതമായ ധീരമായ ദർശന സാഫല്യത്തോടുകൂടിയുള്ള നേതൃത്വം നൽകുന്ന അഭിനന്ദ തിരുമേനിയുടെ ജന്മദിനം ആഘോഷിപ്പാൻ, തിരുമേനിയെ പ്രത്യേകമായി ഇന്ന് പ്രാർത്ഥനയിൽ ഓർക്കുവാൻ നമുക്ക് ഏറെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദിവസം ദൈവം ദാനം ചെയ്തു. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. ഞാനിന്ന് ഇവിടെ എത്തിച്ചേരണം എന്ന് ഉള്ളിൽ മുൻപേ ആഗ്രഹിച്ചതാണ്. അതുകൊണ്ട് തന്നെ ഇന്ന് നാളെ മുതൽ ആരംഭിക്കുന്ന ക്ലർജി കോൺഫറൻസിൽ പങ്കെടുക്കാൻ ഇന്ന് ഇതുവഴി പോകേണ്ടതുണ്ട്. കോശി കുന്നച്ചനോട് ഞാൻ പറഞ്ഞു, ഞാൻ ആർത്താറ്റ് പള്ളിയിലൊന്ന് കയറിക്കോട്ടെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇപ്പോൾ തൽക്കാലം അനുവദിക്കാം. അങ്ങനെ ഇന്ന് രാവിലെ എനിക്ക് വരാനിടയായി. ഏറെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സന്തോഷമുള്ള ദിവസത്തിലാണ്. അപ്പോൾ ഇന്ന് തിരുമേനി പുതിയ വയസ്സിലേക്ക് പ്രവേശിക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഓരോ വർഷവും ജീവിതത്തിൽ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ പ്രായത്തെക്കുറിച്ചാണ് കൂടുതൽ ചിന്തിക്കുന്നത്. പ്രായമാകുന്നു എന്നുള്ള ചിന്തയാണ്.
ഞാനെപ്പോഴും തിരുമേനിയെ കാണുന്നത് ഒരു നിത്യ യൗവനത്തിൻ്റെ നിതാന്ത വിസ്മയമായിട്ടാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, അഭിനന്ദ തിരുമേനി ഞാൻ പരിചയപ്പെട്ട നാൾ മുതൽ, കണ്ട നാൾ മുതൽ സാവധാനതയല്ല അതിവേഗം ബഹുദൂരം എന്ന് പറയുന്നത് പോലെ ഏറ്റവും തിരുമേനി ഇന്ന് പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ ഉത്തരവാദിത്വപൂർണമായ വലിയ യാത്രയിലാണ്. അതുകൊണ്ട് തന്നെ ഈ സഭയ്ക്ക് ഈ കാലഘട്ടത്തിൽ അഭിനന്ദ തിരുമേനിയുടെ നേതൃത്വം വളരെ പ്രധാനപ്പെട്ടതാണ്. തിരുമേനി ആരംഭിക്കുന്ന ഓരോ പദ്ധതികളും ഒരു പദ്ധതിക്ക് വേണ്ടി ആരംഭിക്കുന്നതല്ല, പകരം ആ കാലഘട്ടത്തിന് ആവശ്യമായിട്ടുള്ളതും അനേക ആളുകൾക്ക് അനുഗ്രഹമായി തീരേണ്ടതുമായ പദ്ധതികളാണ്. അതുമൂലം എത്ര ആളുകൾക്കാണ് ആശ്വാസം ലഭിക്കുന്നത്. തിരുമേനിയുടെ ഓരോ ജന്മദിനവും ഓരോ പദ്ധതികളാണ്. ഈ വർഷം 2025 ആണ്ട് അഭിനന്ദ തിരുമേനിയുടെ ജീവിതത്തിൻ്റെ ഏറ്റവും സന്തോഷകരമായ ഒരു നാഴികക്കല്ലായി മാറട്ടെ എന്നാണ് കുന്നംകുളം മലബാർ ഭദ്രാസനത്തിന് വേണ്ടി എനിക്ക് ആശംസിക്കാനുള്ളത്. ഞാൻ കൊട്ടാരക്കരക്കാരനാണ്. കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിൻ്റെ ചുമതലയിൽ അഭിനന്ദ തിരുമേനി ആയിരുന്നപ്പോഴാണ് തിരുമേനിയുടെ വളരെ സചേതനമായ സജീവമായ ശുശ്രൂഷയെ നേരിട്ട് ഒന്ന് കാണാനിടയായത്. എൻ്റെ മാതൃഇടവക പൊതുവെ ഒരു കളക്ഷനൊക്കെ വന്നാൽ മടി കാണിക്കുന്നവരാണ്. ഇനി ഏറ്റവും വലിയ കളക്ഷൻ അവിടെ കൊടുക്കുന്നത് 2 ലക്ഷം രൂപ അല്ലെങ്കിൽ 3 ലക്ഷം രൂപയായിരിക്കും. എന്നാൽ അഭിനന്ദ തിരുമേനി ഊർസ്ലേം അരമന സ്ഥാപിക്കുന്നതിനായി അവിടെ ആ ഇടവകയോട് ആവശ്യപ്പെട്ടപ്പോൾ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പറയട്ടെ 13 ലക്ഷം രൂപ ഒരു പള്ളിയിൽ നിന്ന് കൊടുക്കാനിടയായി. ഞാൻ അവരോട് ചോദിച്ചു, ഇതെങ്ങനെ സാധിക്കുന്നു? അഭിനന്ദ തിരുമേനിയുടെ ഒരൊറ്റ സന്ദർശനമാണ് അതിനിടയായത്. തിരുമേനി 3 ദിവസം കൊണ്ടാണ് ഒരു ഇടവക സന്ദർശിക്കുന്നത്. ഇടവക മുഴുവനായി മാറ്റപ്പെടുകയാണ്, രൂപാന്തരപ്പെടുകയാണ്. അവിടുത്തെ യൗവനക്കാർ, കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ യൗവനക്കാർ പള്ളിക്കുള്ളിലെ ഈ മതിലുകൾക്കുള്ളിൽ നിന്ന് അവർ പുറത്തേക്കിറങ്ങി, കൊട്ടാരക്കരയുടെ പട്ടണത്തിലേക്ക് ഇറങ്ങി, തെരുവുകളിലേക്ക് ഇറങ്ങി അവരുടെ ശുശ്രൂഷകൾ ആരംഭിച്ചു. ഇപ്പോഴും താലൂക്ക് ആശുപത്രിയിൽ ഭക്ഷണപ്പൊതി വിതരണം ചെയ്യുന്ന വലിയ പദ്ധതി ഇപ്പോഴും യാതൊരു തടസ്സവും കൂടാതെ തുടരുന്നു. ഇതെല്ലാം തിരുമേനിയുടെ നേതൃത്വത്തിൻ്റെ ആ പാടവത്തിൻ്റെ പ്രത്യേകതയാണ്. പറയുവാൻ ഏറെയുണ്ട്, എന്നാൽ ഇപ്പോൾ അതിനുള്ള സമയമായി ഞാൻ എടുക്കുന്നില്ല. കുന്നംകുളം മലബാർ ഭദ്രാസനത്തെ സംബന്ധിച്ചിടത്തോളം തിരുമേനി അഭിമാനമാണ്, അനുഗ്രഹമാണ്. എല്ലായ്പ്പോഴും ഈ ഭദ്രാസനത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഏറ്റവും മെച്ചപ്പെട്ട ആലോചന നൽകാറുണ്ട്, ആലോചന എപ്പോഴും സ്വീകരിക്കാറുണ്ട്. അതിൻ്റെ നന്മകളെയും തിന്മകളെയും കുറിച്ച് തിരുമേനി വേർതിരിച്ച് തരാറുണ്ട്, ഉപദേശിക്കാറുണ്ട്. തീർച്ചയായും അഭിനന്ദ തിരുമേനി ഞങ്ങൾക്ക് തരുന്ന എല്ലാ നിർദ്ദേശങ്ങൾക്കും ഉപദേശങ്ങൾക്കും എല്ലാ നന്മ നിറഞ്ഞ വാക്കുകൾക്കും തിരുമേനിയോട് പ്രത്യേകം ഈ ഭദ്രാസനവും കടപ്പെട്ടിരിക്കുന്നു. മാർത്തോമാ സഭയ്ക്ക് അനുഗ്രഹമായി ഈ നാളുകളിൽ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം തമ്പുരാൻ അഭിനന്ദ തിരുമേനിയെ സഹായിക്കട്ടെ എന്ന് ഭദ്രാസനത്തിലെ അഭിമന്യ എപ്പിസ്കോപ്പ തിരുമേനി ഡോക്ടർ മാത്യൂസ് മാർ മക്കാറിയോസ് എപ്പിസ്കോപ്പ തിരുമേനിയുടെ പേരിലും ഭദ്രാസന കൗൺസിലിൻ്റെ പേരിലും ഭദ്രാസനത്തിൽ ശുശ്രൂഷ ചെയ്യുന്ന എല്ലാ വൈദികരുടെ പേരിലും വിശ്വാസ സമൂഹത്തിൻ്റെ പേരിലുമുള്ള എല്ലാ ജന്മദിന അനുഗ്രഹങ്ങളും ഈ സമയത്ത് നേർന്നുകൊള്ളുന്നു. അഭിനയ തിരുമേനിക്ക് വേണ്ടി ഒരു 4 വരി തിരുമേനി പാടുന്നതായിട്ട് മനസ്സിൽ കരുതി ഈ പാട്ട് സ്വീകരിക്കണം. ദൈവം തന്നതല്ലാതൊന്നും ഇല്ല എൻ്റെ ജീവിതത്തിൽ, ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. ഇന്നോളം ദൈവമെന്നെ കാത്തതോർത്തു പോവുകിൽ, ഇത്ര കാലം ജീവിച്ചെന്നാലും നന്ദി ചൊല്ലിത്തീരുമോ? ദൈവം തന്നതല്ലാതൊന്നും
ഇല്ല എൻ്റെ ജീവിതത്തിൽ. ദൈവത്തിൻ്റെ സ്നേഹം പോലെ മറ്റൊന്നില്ല പാരിടത്തിൽ. താങ്ക് യു. താങ്ക് യു അച്ഛൻ. അടുത്തതായി ആശംസകൾ അറിയിക്കുന്നതിനായി ഇടവക വൈസ് പ്രസിഡന്റ് ശ്രീ CV ബേബിയെ ക്ഷണിക്കുന്നു. എത്രയും പ്രിയപ്പെട്ട അഭിവന്ദ്യ യുയാക്കിൻ തിരുമേനി, പ്രിയപ്പെട്ട ഭദ്രാസന സെക്രട്ടറി സജു അച്ഛൻ, നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട നമ്മുടെ ഇടവകകാരി കോശിയച്ഛൻ, മറ്റ് ഇടവകാംഗങ്ങളെ, സുഹൃത്തുക്കളെ, സഹപ്രവർത്തകരെ, വളരെ ദീർഘമായി സംസാരിക്കേണ്ട എന്നാഗ്രഹിക്കുന്നില്ല. നമ്മുടെ ഇന്നത്തെ ഈ യോഗത്തിൻ്റെ ഉദ്ദേശം നമ്മളിൽ ഒരുവനായി നമ്മുടെ ഇടവകയിൽ നിന്ന് നമ്മുടെ ലോകം മുഴുവൻ കീഴടക്കാവുന്ന തരത്തിൽ ലോക ക്രൈസ്തവ സഭകളുടെ നേതൃത്വ രംഗത്തേക്ക് ഉയർന്നു വരുന്ന അഭിവന്ദ്യ യുയാക്കിൻ മാർ കൂർലോസ് മെത്രാപ്പോലീത്ത തിരുമേനിയുടെ സഫ്രൻ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ ജന്മദിന ആഘോഷത്തിൻ്റെ വേളയിലാണ് നമ്മുടെ ഇടവക. അതിന് കരുത്തും ഉന്മേഷവും നൽകാൻ സാക്ഷാൽ ജഗദീശ്വരൻ അദ്ദേഹത്തിന് എല്ലാവിധ ഭാവുകങ്ങളും നൽകുന്നു എന്നുള്ളതുകൊണ്ട് കൂടുതൽ ഭാവുകങ്ങൾ നൽകാൻ ഞാൻ അശക്തനാണ് എന്നുള്ളതുകൊണ്ടും അദ്ദേഹത്തിന് നാൾക്ക് നാൾ എല്ലാവിധ സൗകര്യങ്ങളും ദൈവം തമ്പുരാൻ ഒരുക്കട്ടെ. ആ സൗകര്യങ്ങൾ ഒരുക്കുന്നത് ഈ ഇടവകയ്ക്ക് മുതൽക്കൂട്ടാക്കി മാറ്റാൻ കഴിയും എന്നുള്ളത് കൊണ്ടാണ്. ഈ ഇടവകയിൽ നിന്ന് വിഭിന്നനായിട്ടുള്ള ഒരാളല്ല അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ പരിശ്രമ ഫലമായി ഈ ഇടവക കൂടി മെച്ചപ്പെട്ടു പോകുന്നു. ഈ ഇടവകയുടെ ഇപ്പോഴത്തെ ആവശ്യം ഞാൻ ഈ സന്ദർഭത്തിൽ പറയുന്നത് അനുചിതമാണ് എന്നെനിക്കറിയാം. എന്നാലും ഒരു ചെറിയ കാര്യം ഞാൻ മെത്രാപ്പോലീത്ത തിരുമേനിയുടെ മുൻപാകെ വയ്ക്കുകയാണ്. എന്തായാലും നമ്മളെ ഒരു 5-6 കൊല്ലമായി അലട്ടിക്കൊണ്ടിരിക്കുന്ന വലിയൊരു പ്രശ്നം, നമ്മുടെ സഭയ്ക്ക് ഇടവകയ്ക്ക് ഒരു നല്ല വികാരിയെ ഇതുവരെയായി ലഭിച്ചിട്ടില്ല. ഇപ്പോൾ ലഭിച്ച വികാരിയെയെങ്കിലും ഒരു 3 കൊല്ലം ഈ ഇടവകയിൽ നിർത്താവുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കിത്തരണമെന്ന ചെറിയ ഒരു അഭ്യർത്ഥന തിരുമേനിയുടെ മുമ്പാകെ വയ്ക്കുകയാണ്. കാരണം മറ്റൊന്നുമല്ല, ഈ പള്ളിയിലെ ശുശ്രൂഷാക്രമങ്ങളും ശുശ്രൂഷകളും ഏറ്റവും ഭംഗിയായി കൊണ്ടു നടക്കുന്ന ഓരോ വികാരിമാരും വന്ന് അധികം കാലമല്ലാതെ മാറിപ്പോകുമ്പോൾ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് പള്ളിക്കുള്ളിൽ ശൂന്യത അനുഭവപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരുന്നു. അത് ഇല്ലാതെയാകുന്നത് കോശച്ചൻ ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹത്തിൻ്റെ ശ്രമഫലമായിട്ടാണ് എന്നുള്ളത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. കാരണം നമ്മുടെ ഒരു വലിയ അതിനെന്താ പറയാമെന്ന് എനിക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല ഈ വേദിയിൽ. അതുകൊണ്ട് ഞാൻ അതിലേക്ക് പറഞ്ഞു. എന്തായാലും ഞാൻ തിരുമേനിയോട് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു, ഈ ഇടവകയ്ക്ക് സ്ഥായിയായ ഒരു വികാരി ഉണ്ടാകണം. അതുമാത്രമല്ല, വികാരി ഉന്നയിച്ച ഒരു സംഭവമുണ്ട്. ഇത് നമുക്ക് 2 പള്ളി, പക്ഷേ 2 പള്ളി കൊണ്ടു നടക്കാൻ 2 വികാരിമാർ വേണം എന്ന് പറയുന്നത് ലേശം കഠിനമായി പോവില്ലേ എന്നുള്ളൊരു ചെറിയ ചിന്ത എൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതുകൊണ്ട് അത് എന്നല്ലെങ്കിലും ഒരു ചെറിയ മുൻഗണന ഈ പള്ളികൾക്ക് താങ്ങും തണലുമായി അദ്ദേഹം നൽകുന്നത് പോലെ തന്നെ ഇനിയുള്ള കാലഘട്ടങ്ങളിലും താങ്ങും തണലും ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ പറയുന്നത്. ഏറ്റവും ലളിതമായി അദ്ദേഹത്തിന് എല്ലാ ആയുസ്സും ആരോഗ്യവും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ സാക്ഷ്യത്തിനും, ക്രൈസ്തവ സാക്ഷ്യങ്ങൾക്കും ഈ ലോകത്തിന് വെളിച്ചമായി മാറാൻ, ഈ ലോകത്തിൻ്റെ മുന്നിൽ കുന്നംകുളം മർത്തോമ സമൂഹത്തിൻ്റെയും ഒരു തലയെടുപ്പുള്ള
ഒരാളായി മാറുവാൻ ജഗദീശ്വരൻ അദ്ദേഹത്തിന് ആയുസ്സും ആരോഗ്യവും നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇപ്പോൾ ആശംസാ പ്രസംഗം നിർവഹിക്കുന്നതിനായി ശ്രീമതി ഷലോമി ജേക്കബിനെ ക്ഷണിച്ചുകൊള്ളുന്നു. The Most Reverend Metropolitan Dr. Joachim Mar Kyrillos, Suffragan Metropolitan, Reverend കോശി കുര്യൻ അച്ഛൻ, റെവറൻഡ് സജു പി ജോൺ അച്ഛൻ, പ്രിയപ്പെട്ട ഇടവക ജനങ്ങളെ, ഈ വിശുദ്ധ ദിവസത്തിൽ ഈ ദേവാലയത്തിൽ വിശുദ്ധ കുർബാനയ്ക്ക് നേതൃത്വം നൽകുവാനും തൻ്റെ 73ാമത്തെ ജന്മദിനം തൻ്റെ ഇടവക ജനങ്ങളോട് ഒന്നിച്ച് കൊണ്ടാടുന്നതിനും അഭിവന്യ തിരുമേനി നമ്മുടെ ഇടവകയിൽ സന്നിഹിതനായിരിക്കുന്നതിലുള്ള സന്തോഷം ആദ്യമായി രേഖപ്പെടുത്തിക്കൊള്ളട്ടെ. നന്മയും കരുണയും എൻ്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും. ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്ന് സങ്കീർത്തനക്കാരനോട് ചേർന്ന് തൻ്റെ ഈ ജന്മദിനത്തിൽ പറവാനായിട്ട് തിരുമേനിക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. അദ്ദേഹത്തിൻ്റെ ധന്യമായ ജീവിതത്തെക്കുറിച്ച് 2 വാക്ക് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നു. സഭാ നേതൃത്വം കാലാകാലങ്ങളിൽ ഏൽപ്പിച്ചിട്ടുള്ള എല്ലാ ചുമതലകളും ഏറ്റവും കാര്യക്ഷമമായും ശുഷ്കാന്തിയോടും കൂടെ നിർവഹിപ്പാനും തന്നിൽ ഏൽപ്പിച്ചിട്ടുള്ള പ്രസ്ഥാനങ്ങളെ വളരെ ലോങ് ടേം വിഷനോടുകൂടെ വിജയപ്രാപ്തിയിലേക്ക് എത്തിക്കുവാനുമുള്ള വൈദഗ്ധ്യം അഭിവന്യ തിരുമേനി പ്രകടമാക്കിയിട്ടുണ്ട്. മാത്രമല്ല തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ വേദ പഠനത്തിലുള്ള വലിയൊരു താല്പര്യം, ശുഷ്കാന്തി അഭിവന്യ തിരുമേനി കാണിച്ചിരുന്നു. പ്രത്യേകിച്ച് കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന കാലങ്ങളിൽ ബൈബിൾ സ്റ്റഡി ഫെലോഷിപ്പിലൊക്കെയും അദ്ദേഹം സജീവമായി പങ്കെടുത്തിരുന്നു. പ്രത്യേകിച്ച് ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ അദ്ദേഹം പഠിക്കുന്ന കാലത്ത് EU എന്ന പോസ്റ്റ് മെട്രിക് സ്റ്റുഡൻസിൻ്റെ ഇടയിൽ ഉള്ള ഒരു ബൈബിൾ സ്റ്റഡി ഫെലോഷിപ്പായ EUയിൽ വളരെ ആക്റ്റീവായിട്ട് സജീവമായിട്ട് അദ്ദേഹം പങ്കെടുക്കുകയും കോളേജ് സ്റ്റുഡൻസിൻ്റെ ഇടയിലുള്ള സുവിശേഷ ഘോഷണത്തിൽ വളരെ ആക്റ്റീവായിട്ട് പങ്കാളിയാകുകയും ചെയ്തിരുന്നു എന്ന് USA സീനിയേഴ്സിൽ നിന്ന് എനിക്കറിയാനായിട്ട് സാധിച്ചു. അങ്ങനെ ദൈവത്തിൻ്റെ കൃപയിലും ജ്ഞാനത്തിലും ആത്മാവിലും നിറഞ്ഞു വരുവാനായിട്ട് ഒരു ധന്യമായിട്ടുള്ള ജീവിതം കാഴ്ചവെക്കാനായിട്ട് ഇതുവരെയും സർവശക്തനായ ദൈവം നമ്പുരാൻ അദ്ദേഹത്തോട് കൃപ ചെയ്തു. ഈ തരുണത്തിൽ ഇടവകയിലെ സേവികാ സംഘത്തിൻ്റെ പേരിലുള്ള ജന്മദിനാശംസകൾ അദ്ദേഹത്തെ അറിയിക്കട്ടെ. On behalf of the Sevika Sangham, we wish that the Lord Almighty may shower His choicest blessings upon him, and he may be blessed with, strengthened with the health, peace and happiness, and the God may bestow upon him the divine wisdom which is from above to shepherd the church according to God's will. Thank you. താങ്ക് യു. മറുപടി പ്രസംഗത്തിനായി അഭിവന്യ തിരുമേനിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട അച്ഛന്മാരെ, കർത്താവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഈ ദിവസം നമുക്ക് ഒരുമിച്ച് നമ്മുടെ പ്രിയപ്പെട്ട കർത്താവിനെ ആരാധിപ്പാനും തിരുമേശയിൽ സംബന്ധിപ്പാനും ലഭിച്ച അവസരത്തെ ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. നാളെ ആണ് എൻ്റെ ജന്മദിനം. അതുകൊണ്ട് നമ്മുടെ കൊച്ചുമാൻ വളരെ നേരത്തെ തന്നെ ഈ ദിവസം ഇവിടെ കുർബാനയ്ക്ക് വരണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. അന്ന് തന്നെ ഡയറിയിൽ എഴുതിപ്പിച്ചതിന് ശേഷമാണ് കൊച്ചുമാനിന്ന് പോയത്. അതുകൊണ്ട് ഇന്ന് നിങ്ങളോടൊപ്പം ആരാധന സംബന്ധിപ്പാനിടയായതും ഈ മീറ്റിങ്ങിൽ സംബന്ധിപ്പാനിടയായതൊക്കെ വളരെ വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. ഇടവയിൽ നിന്ന് ലഭിച്ചിട്ടുള്ള വലിയ ട്രെയിനിങ് അത് എത്രയോ വലിയതാണ്. അതൊക്കെ ഈ അവസരത്തിൽ വളരെ നന്ദിയോടുകൂടി സ്മരിക്കുകയാണ്. നമുക്ക് ലഭ്യമാകുന്ന മൂല്യങ്ങളാണ് ഭാവി കാര്യങ്ങൾ, ഭാവിയിൽ പ്രവർത്തന രംഗങ്ങളിൽ അർത്ഥവത്തായ ശുശ്രൂഷ നിർവഹിക്കുന്നതിന് ഇടയാക്കി തീർക്കുന്നത്. അത് ഇടവയിൽ നിന്ന് വളരെയധികം ലഭിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ട് എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടെ ഓർക്കുകയാണ്. നമ്മുടെ ശുശ്രൂഷകൾ എപ്പോഴും എങ്ങനെയായിരിക്കണം? എല്ലായ്പ്പോഴും 2 കാര്യങ്ങൾ വളരെ കൃത്യമായി നമുക്ക് ഉണ്ടാകണം. എങ്കിൽ മാത്രമാണ് അർത്ഥവത്തായ ശുശ്രൂഷയൊക്കെ ഉള്ളൂ. You must be deep rooted in Christ and you must be very open minded. ഈ 2 കാര്യങ്ങളും
നമ്മൾക്ക് കൃത്യമായി നിർവഹിക്കാൻ സാധിച്ചാൽ വളരെ അർത്ഥവത്തായ ശുശ്രൂഷകൾ സമൂഹത്തിൻ്റെ കാലത്തിനനുസരിച്ച് നിർവഹിക്കാൻ സാധിക്കുമെന്നുള്ളതിനെക്കുറിച്ച് സംശയമില്ല. ഇന്ന് നമ്മൾക്കൊക്കെ വരുന്ന അപകടം ഈ തമ്പുരാനോടുള്ള പ്രതിബദ്ധതയിൽ നമ്മളെപ്പോഴും വെള്ളം ചേർക്കാനായിട്ട് ശ്രമിക്കാറുണ്ട്. ഈ കുട്ടികളെയൊക്കെ മാമോദിസ കഴിഞ്ഞിട്ട് കൈ തരുമ്പോൾ അവരോട് മാതാപിതാക്കളോട് സഭ പറയുന്ന ഒരു വലിയൊരു കാര്യമുണ്ട്. ഈ കുട്ടി വളർന്ന് പ്രായമാകുമ്പോൾ സ്വയമായി യേശുവാണ് എൻ്റെ കർത്താവ്, യേശു എൻ്റെ രക്ഷിതാവ്, എൻ്റെ ദൈവം, എല്ലാമാണെന്ന് പരസ്യമായി പ്രഖ്യാപിക്കത്തക്ക വിധത്തിൽ വളർത്തണം. വലിയ ഉത്തരവാദിത്ത സഭയിൽ. എന്നാൽ ഇന്നത്തെ തലമുറ ഈ കുഞ്ഞുങ്ങൾ കർത്താവിനെ അവരുടെ ജീവിതത്തിൻ്റെ എല്ലാമായി സ്വീകരിച്ചിരിക്കുന്നു എന്ന് ഉറപ്പ് വരുത്തുവാനായിട്ട് യാതൊരു കാര്യം ശ്രമിക്കാറില്ല, ഒരിക്കൽ പോലും ചോദിക്കാറുമില്ല. അടുത്ത കാലത്ത് എന്നോട് കത്തോലിക്ക സഭയിലെ ഒരു തിരുമേനി പറഞ്ഞു, ഞങ്ങളുടെ 2 സൺഡേ സ്കൂൾ ടീച്ചർമാരെ അവന്മാർ അടിച്ചു കൊണ്ടുപോയി. നിങ്ങൾക്ക് മനസ്സിലായി കാണും ആരാണ്, ആരെക്കുറിച്ച്, എന്താണ് അതിൻ്റെ പശ്ചാത്തലം എന്നൊക്കെ നിങ്ങൾക്കറിയാം. 2 പേരെ അടിച്ചു കൊണ്ടുപോയി, 2 സൺഡേ സ്കൂൾ ടീച്ചർമാരെ. അപ്പോൾ ഞാൻ പിതാവിനോട് ചോദിച്ചു, പിതാവേ, ആരെയാണ് കുറ്റം പറയുന്നത്? നമ്മൾ ആരെയാണ് കുറ്റം പറയുന്നത്? ഈ അടിച്ചു കൊണ്ടുപോയവനെയാണോ, പല്ലിളിച്ച് കാണിച്ചപ്പോൾ പുറകെ പോയവനെയാണോ? ആരെ കുറ്റം പറയണ്ടേ? അല്ലേ? ആരെ കുറ്റം പറയണം? പല്ലിളിച്ച് കാണിച്ച ഏതോ ഒരു വെളുത്ത തൊലിയുള്ളവൻ പല്ലിളിച്ച് കാണിച്ചപ്പോൾ ജനിച്ച വീടിനെയും തമ്പുരാനെയും ഇടവകയെയും സകലത്തെയും മറന്ന്, അല്ലേ, സകലവും മറന്ന് പുറകെ പോയി. എങ്ങോട്ടാണ് പോകുന്നത്, ആരാരുടെ കൂടെ പോകുന്നത് ഒന്നും നിശ്ചയമില്ല. അതിൻ്റെ കുഴപ്പം എന്താണെന്ന് വെച്ചാൽ അടിത്തറ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു, അല്ലേ? നമ്മളെ ദൈവം ഏൽപ്പിച്ച തലമുറകൾ യഥാർത്ഥത്തിൽ യേശു കർത്താവുമായുള്ള ബന്ധത്തിൽ വളർന്നു വരുവാൻ തക്കവണ്ണം എവിടെയോ കുഴച്ചിൽ സംഭവിച്ചു. ഇന്ന് നിങ്ങൾ പടിഞ്ഞാറൻ സ്ഥലങ്ങൾ അമേരിക്കയും ഇംഗ്ലണ്ടിലും ഒക്കെ പോയി കഴിഞ്ഞാൽ ലോകമെമ്പാടും മിഷണറിമാരെ അയച്ചുകൊണ്ടിരുന്ന വലിയ പേരുകേട്ട പള്ളികളുണ്ട്. ഒറ്റ മനുഷ്യനില്ല ആരാധിക്കാൻ. എന്നുവെച്ചാൽ 2 വയസ്സന്മാരുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അത് ഒട്ടും അതിശോക്തിയല്ല. 2 വയസ്സ് അവിടെയൊക്കെ പോയിട്ടുള്ള ആളുകൾ ഇവിടെ ഇരിപ്പുണ്ടെന്ന് എനിക്കറിയാം, പ്രായമുള്ളവർ. എന്നിട്ട് ഈ പള്ളിയൊക്കെ വിൽക്കുകയാണ്. വിൽക്കുക ആർക്കാണെന്നറിയാമോ? കള്ള് ഷാപ്പിന്, നൈറ്റ് ക്ലബിന്. എന്നാൽ കെട്ടിടത്തിൻ്റെ മുൻവശമൊന്നും മറ്റു വശങ്ങളൊന്നും പൊളിക്കാൻ പറ്റത്തില്ല. അപ്പോൾ കുരിശ് അവിടെ ഉണ്ട്, കുരിശ് കളയാനും പറ്റുന്നില്ല. പക്ഷേ അകത്ത് നടക്കുന്നത് ഇതാണ്. ഞാൻ കാനഡയിൽ പോയപ്പോൾ ഒരു വലിയൊരു പള്ളി, ഞാൻ താമസിച്ചതൊരു ആശ്രമത്തിലാണ്, കത്തോലിക്കരുടെ ആശ്രമം. അവിടുത്തെ അച്ഛൻ, അവിടുത്തെ ഏബർട്ട്, ഒരു മലയാളി അച്ഛനാണ്, ചെറുപ്പക്കാരൻ അച്ഛൻ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, ഇത് ഞങ്ങളുടെ വലിയ പള്ളിയായിരുന്നു, ഇവിടെ നിറഞ്ഞ കവിയുന്ന ആൾക്കാരുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കിപ്പോൾ അത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പൈസയില്ല, കാരണം ആളില്ല. എന്നിട്ട് ഗവൺമെൻറ് ഏറ്റെടുത്തു. ഗവൺമെൻറ് ഏറ്റെടുത്തിട്ട് സർക്കസ് കമ്പനിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പം എനിക്കങ്ങ് വലിയ സങ്കടം തോന്നി. വലിയ പള്ളി. അപ്പം ഞാനകത്ത് ഇങ്ങനെ സ്റ്റെപ്പ് കയറിയിട്ട് നോക്കി. അപ്പം ഞാൻ ഗ്ലാസ് ഡോർസാണ്. അപ്പം എൻ്റെ അകത്തുനിന്ന് നോക്കിയപ്പോൾ ട്രപ്പീസിയം പഠിപ്പിച്ചുകൊണ്ടിരിക്കുക അതിനകത്ത്. സത്യം പറഞ്ഞ എൻ്റെ ഹൃദയം പൊട്ടി. എൻ്റെ കർത്താവ്, ഇതാണോ സ്ഥിതി? ഇത് തന്നെ നമ്മുടെ ഈ സ്ഥിതി തന്നെ ആയിക്കൊണ്ടേയിരിക്കുകയാണ്, യാതൊരു സംശയമില്ല. ഈ ഇടയന്ത്രത്വ പിതാവിനോട് പറഞ്ഞു, ഇങ്ങനെ പോയാൽ ഞങ്ങളുടെ സഭയിൽ 50 കൊല്ലത്തിനുള്ളിൽ ദി ചർച്ച് ഈസ് ഗോയിങ് ടു ബി എ ഗ്രേറ്റ് ചർച്ച്. അപ്പോൾ ഞാൻ ചോദിച്ചു, എന്നെ പിതാവ് പറഞ്ഞു മനസ്സിലായില്ലോ എന്ന്. പിതാവ് പറഞ്ഞ്, ചെറുപ്പക്കാരൊന്നും പള്ളിയിലില്ല, വയസ്സന്മാർ മാത്രമേ ഉള്ളൂ. ഈ വയസ്സന്മാരിപ്പോൾ മധ്യവയസ്കരേ ഉള്ളെങ്കിൽ 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് എല്ലാം ഗ്രേ ആയിരിക്കും. ശോശാമ്മച്ചമ്മയുടെ മുടി പോലെയാവും എല്ലാവരും. ഇവിടെയും പലരുടെയും അങ്ങനത്തെ മുടിയാണ്, അതെല്ലാം കറുപ്പിച്ച് വെച്ചിരിക്കുക എന്നൊക്കെ എനിക്കറിയാം. അത് അങ്ങനെ ആവും. കാരണം ചെറുപ്പക്കാരില്ലെങ്കിൽ എന്തു ചെയ്യും? അപ്പം അവിടുത്തെയൊക്കെ അപകടം എന്ന് പറയുന്നത് വളരുന്ന തലമുറകളെ യേശു കർത്താവിനോടുള്ള ബന്ധത്തെ വളർത്തുവാൻ നാം പരാജയപ്പെട്ടു പോകുന്നു എന്നുള്ളതാണ്.
അതാണ് നമ്മുടെ പരാജയം. ഇപ്പോൾ നമ്മൾ സംതൃപ്തരാണ്, പള്ളി നിറച്ച ആളുണ്ട്, എല്ലാം ഉണ്ട്, കുഴപ്പമില്ല. കാരണം കേരളത്തിലെ പള്ളികളിലാണ് നിറച്ച ആളുകളുള്ളത്, മറ്റ് പള്ളികളിലൊന്നും ആളുകളില്ല. ഇത് ഇപ്പോഴേ നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാൽ കുറച്ച് കഴിയുമ്പോൾ ഇത് തന്നെയായിരിക്കും ക്രിസ്തീയ സഭയുടെ, നമ്മുടെ കേരളത്തിലെ സഭകളുടെ സ്ഥിതി. അപ്പോൾ കുട്ടികൾ യേശുവിനെ അറിഞ്ഞ് സ്നേഹിച്ച് വളരുവാൻ തക്കവണ്ണം അവരെ യേശുവിനോടുള്ള ബന്ധത്തെ വളർത്തണം. എനിക്ക് ഇവിടെ ഇരിക്കുന്ന തലം മുതിർന്നവർ എന്ന് വെച്ചാൽ നരച്ച തലമുടിയുള്ളവർ, അവരൊക്കെ ഭാഗ്യവാന്മാരും ഭാഗ്യവതികളാണ്. കാരണം മുട്ടയെ നിൽക്കുന്ന അപ്പനെയും തിരുവചനത്തിൻ്റെ മുൻപിലിരിക്കുന്ന അമ്മയെയും കണ്ട് വളരാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ്. മുട്ടയെ നിൽക്കുന്ന അപ്പനെയും തിരുവചനത്തിന് മുമ്പിലിരുന്ന് നെടുവീർപ്പെടുന്ന അമ്മയെയും കണ്ട് വളരാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുള്ളവരാണ്. നമ്മുടെ കുട്ടികൾക്ക് വല്ലതും ഭാഗ്യം കിട്ടിയിട്ടുണ്ടോ? എവിടെ? സീരിയലിൻ്റെ മുമ്പിലിരിക്കുന്ന അമ്മയെ കണ്ടിട്ടുണ്ടോ? അപ്പനെയും കണ്ടു. അല്ലാണ്ട് ദൈവവചനത്തിൻ്റെ മുമ്പിലിരിക്കുന്നവരെ കണ്ടോ? ഇത് നമ്മൾ അലാമിങ്ങാണ്. അതുകൊണ്ടാണ് തലമുറകൾ നഷ്ടപ്പെട്ടു പോകുന്നത്. ഇന്ന് ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെ സൈറ്റനിക് വർഷിപ്പുണ്ട്. നിങ്ങൾക്കറിയാവോ? സാത്താനെ വർഷിപ്പ് ചെയ്യുന്ന ആളുകളുണ്ടെന്ന്. തൃശ്ശൂരുണ്ട്, പള്ളിയിലുണ്ട്, ഇപ്പം തിരുവല്ലായിലും തുടങ്ങിയിട്ടുണ്ടെന്നാണ് കേട്ടെ. അവിടെ പോകുന്ന ആരാന്നറിയാമോ? ചെറുപ്പക്കാർ, നമ്മുടെ പിള്ളേരൊക്കെയാണ് അവിടെ വർഷിപ്പ് ചെയ്യും. ഇതൊന്നും നമ്മളാരും അറിയുന്നില്ലെന്ന് മാത്രം. സാത്താൻ വർഷിപ്പ് നമ്മുടെ ഇടയിലൊക്കെ ഉണ്ടോ എന്നുള്ളത് നമ്മളാരെങ്കിലും അറിഞ്ഞിട്ടുണ്ടോ? ഞാൻ തിരുവല്ലയിലുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. തിരുവല്ല എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത സഭകളില്ല. ബന്ധിക്കോസുകാരുടെ ആണെങ്കിൽ നിറച്ച് ബന്ധിക്കോസുകാർ, പിന്നെ അവിടെ യോഹന്നാൻ്റെ സഭക്കാർ, മർത്തോമക്കാർ, ആരാ ഇല്ലാത്ത? അപ്പോൾ കാരണം എന്താണ്? നമ്മളൊന്നും അവരുടെ ഹൃദയത്തെ സ്പർശിക്കുന്നില്ല എന്നാണ് എൻ്റെ അർത്ഥം. ഇല്ല. ഞാനിങ്ങനെ ഈ ചെറുപ്പക്കാരോട്, ഇങ്ങനെ പള്ളി കയറാത്ത ചെറുപ്പക്കാരോടൊക്കെ അന്വേഷിക്കുമ്പോൾ അവർ പറയും, തിരുമേനി, വി ആർ നോട്ട് ഗെറ്റിംഗ് എനിത്തിങ് ഫ്രം ദ ചർച്ച്, ദെൻ വൈ ഷുഡ് യു ഗോ ദെയർ? ഒന്നും പള്ളിയിൽ നിന്ന് കിട്ടുന്നില്ല, നീ ഒരു ചുക്കും കിട്ടുന്നില്ല, എന്തിനാ ഈ പള്ളിയിൽ പോകുന്നത്? എനിക്ക് വലിയ അതിശയമാണ്. ഞാൻ ചോദിച്ചു, അവിടെ എല്ലാം ഉണ്ടല്ലോ, അവിടെ എന്നാ യുവനസൊക്കെ ഇല്ലേ, മറ്റതില്ലേ, മറിച്ചില്ലേ, എല്ലാം എന്താ ഇല്ലാത്ത? അതൊക്കെ ഉണ്ട്, പക്ഷെ വേണ്ടത് മാത്രമില്ല. നമ്മുടെ കണ്ണ് തുറക്കേണ്ട സമയമൊക്കെ അതിക്രമിച്ചിട്ടുണ്ട്. കണ്ണ് തുറക്കേണ്ട സമയം അതിക്രമിച്ചിട്ടുണ്ട്. ദൈവബോധത്തിൽ, യേശുവിനോടുള്ള ബന്ധത്തിൽ തലമുറകളെ വാർത്തെടുത്ത് വളർത്തുവാൻ നാം പരാജയപ്പെട്ടു പോകുന്നുവെങ്കിൽ തലമുറകളെക്കുറിച്ച് ദുഃഖിക്കേണ്ട സമയമുണ്ടാകും. ഇപ്പോൾ സഭ അഭിമുഖീകരിക്കുന്ന രണ്ട് വലിയ പ്രശ്നം, ഒന്ന് ഡൈവോഴ്സ് റേറ്റ് ഈസ് ഇൻക്രീസിംഗിലേക്ക് എഴുതി. അത് പട്ടണത്തിൽ മാത്രമൊന്നുമല്ല, ഗ്രാമത്തിലും അങ്ങനെയാണ്. പട്ടണങ്ങളിലാണെങ്കിൽ പോട്ടെ, അങ്ങനെയാണെന്ന് വിചാരിക്കാം, ഗ്രാമപ്രദേശത്തും അങ്ങനെയാണ്. രണ്ട്, ഇൻ്റർ റിലീജിയസ് മാരേജസ് ആർ ഇൻക്രീസിങ് ലൈക്ക് എനിതിങ്. ഇതൊക്കെ നമ്മുടെ കൺമുമ്പിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. പിന്നെ വേറൊന്ന്, ആൺപിള്ളേർക്കും പെൺപിള്ളേർക്കും കല്യാണം പോലും കഴിക്കണ്ട. വേണ്ടാന്ന്, എന്തിനും എല്ലാം കഴിച്ചിരുന്ന കാര്യം? ഉള്ളതിനെ കാണുമ്പോൾ തന്നെ അവിടെ അടിപിടിയാണ്. പിന്നെ അതിനെയൊക്കെ ഭേദം വേണ്ടാന്ന് വയ്ക്കുന്നതല്ലേ, ഇതാ ഒരു പറയും. ഇതിൻ്റെ ഒക്കെ അടിസ്ഥാനം ദൈവത്തിൽ ആശ്രയിച്ച് തമ്പുരാൻ്റെ മുകളിൽ കെട്ടുപണി ചെയ്യുന്ന സഭയും വീടും ഭവനവും ഒക്കെ ഉണ്ടാവണം. അവിടെ ഇന്ന് ഏതോ കാരണവശാൽ അറിഞ്ഞോ അറിയാതെയോ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. അതിന് പകരമായി പലതുമുണ്ട്, എല്ലാം ഉണ്ട്. ഇത് ശരിപ്പെടാത്ത ഒന്നും ജീവൻ വയ്ക്കത്തില്ല. ഈ നവീകരണ കാലഘട്ടത്തിൽ ഈ സഭ എന്ന് പറഞ്ഞാൽ, ഈ മർത്തോമ സഭ എന്ന് പറഞ്ഞാൽ ആ പമ്പയാറിൻ്റെ ചുറ്റും കുറച്ച് വീട്ടുകാരുണ്ട്, അത്രയേ ഉള്ളൂ. ഇവരുടെ പാവപ്പെട്ട സാധാരണക്കാരായ മനുഷ്യരായിരുന്നു. പിന്നെ ഈ നമ്മുടെ നാട്ടിൽ കുറച്ചുണ്ടായിരുന്നു മാത്രം. അത് അവിടുന്ന് വിട്ട പിന്നെ ഇവിടെയുള്ളൂ ഒത്തിരി വീട്ടുകാർ. അന്നത്തെ സഭയുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ എന്താണ്? ശമ്പളം കൊടുക്കാനൊന്നും കാശില്ല, മാസവരി കൊടുക്കാൻ കാശില്ല. പിന്നെ എങ്ങനെയാണ് കൊടുത്തത്? കഞ്ഞിക്ക് അരിയിടുമ്പോൾ അതൊന്നും ഒരു പിടി മാറ്റിയിട്ടിട്ട് കാശ് കൊടുക്കാൻ കാശില്ലാഞ്ഞുകൊണ്ടാണ് അങ്ങനെ കൊടുത്തിട്ട് അത് പള്ളിയിൽ കൊണ്ടുപോയി അത് ലേലം വിളിച്ചിട്ടാണ് ഈ അച്ഛന്മാരെയൊക്കെ. ഇന്ന് അങ്ങനത്തെ പ്രയാസമൊന്നുമില്ല, പണത്തിനൊന്നും ഒരു പൊട്ടുമില്ല. തിരുവല്ല പറഞ്ഞ് കേട്ടിട്ടുണ്ട്, അബ്രഹാം മാർത്തോമാ തിരുമേനി സഭയിൽ തിരുവല്ലയിലിരിക്കുമ്പോൾ ആരാണ്ട് ഗസ്റ്റ് വന്നു, അപ്രതീക്ഷിതമായൊരു ഗസ്റ്റ് വന്നപ്പോൾ അവർക്ക് ഭക്ഷണം കൊടുക്കാൻ അവിടെ ഒന്നുമില്ല. അതിൻ്റെ തിരുമേനിയുടെ കയ്യിൽ കിടന്ന മോതിരം ഇങ്ങനെ ഊരി
കുക്കിനെ കൊണ്ട് വിട്ട് പണയം വെപ്പിച്ച് സാധനം മേടിച്ചിട്ടാണ് ഭക്ഷണം കൊടുത്തതെന്ന്. ഇന്ന് അങ്ങനത്തെ ഗതികേടൊന്നും നമുക്കില്ല. അത് ഗതികേടാണെങ്കിൽ പണത്തിനൊരു മുട്ടുമില്ല. പണം ഇഷ്ടം പോലെ കുന്നുകൂടിയിട്ടുണ്ട്, പക്ഷേ വേണ്ടതില്ല. അന്നൊരു തീക്ഷ്ണതയുണ്ട്, സഭാനാഥനോടുള്ളൊരു സ്നേഹമുണ്ട്, സഭയോടുള്ള കൂറുണ്ട്. നവീകരണ കാലഘട്ടത്തിൽ ഞാനിപ്പോൾ അടുത്ത കാലത്ത് എൻ്റെ പുതിയ ഭദ്രാസനത്തിൽ ചാർജ് എടുത്തപ്പോൾ എനിക്ക് 92 ഇടവകയുണ്ട്. അപ്പോൾ 82 ഇടവകയുണ്ട്, 92 അച്ഛന്മാരുണ്ട്. അപ്പോൾ ഞാൻ 16 സ്ഥലത്ത് വെച്ച് ഈ ചെറുപ്പക്കാരെയൊക്കെ കണ്ടു. 16 ഇടങ്ങളിലായിട്ട് കണ്ടു. ഓരോ പ്രാവശ്യം ഓരോ സ്ഥലത്തും 10-80 പേര് ഏവറേജ് ഉണ്ടായിരുന്നു. ഞാൻ പ്രസംഗിക്കാൻ വിളിച്ചൊന്നും അവരേക്കൊന്ന് പരിചയപ്പെടാം, അവരുമായിട്ട് അവർക്ക് വല്ലതും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എല്ലാ സ്ഥലത്തും നല്ല രസമായ ചോദ്യങ്ങൾ, പിള്ളേർ ഒരുപാട് ചോദ്യങ്ങൾ സഭയെക്കുറിച്ചും അല്ലാതെയും അങ്ങനെ ഒരുപാട്. അപ്പോൾ എനിക്കറിയാവുന്ന ചോദ്യത്തിനൊക്കെ മറുപടിയൊക്കെ കൊടുത്തങ്ങനെ ഇരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ അവരുടെ ചോദ്യങ്ങളൊക്കെ അവസാനിപ്പോൾ ഞാൻ ചോദിച്ചു, ഞാൻ നിങ്ങളോട് 2 ചോദ്യം ചോദിക്കും, 3 ചോദ്യം ചോദിക്കാം. അപ്പോൾ അവർ അപ്പോൾ വലിയ സന്തോഷം. ഞാൻ ചോദിച്ചു, ആദ്യത്തെ ചോദ്യം വ്യക്തിപരമായി നിങ്ങളോട് ബന്ധപ്പെട്ടതല്ല, എന്നാൽ ചോദിക്കുക എനിക്കറിയാൻ വേണ്ടിയിട്ട്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാലത്തും വൈകിട്ടും വീട്ടുപ്രാർത്ഥനയുള്ള എത്ര വീടുണ്ട്? കൈ വയ്ക്കുമെന്ന് കാണിക്കും. ഇപ്പോൾ കൈ വെക്കാനല്ല ഞാൻ പറഞ്ഞു, ഇപ്പം നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, കർത്താവ് കൈ വെക്കാനൊന്നും പറഞ്ഞേക്കല്ലേ എന്ന് പ്രാർത്ഥിക്കുന്നു. അച്ഛനാ കൂടുതൽ പ്രാർത്ഥിക്കുന്നത്, കർത്താവ് കൈ വെക്കാൻ പറയും. കൈ വെക്കുന്നത് അപ്പോൾ എത്ര കൈ പൊങ്ങി കാണും? നിങ്ങളൊന്ന് പറഞ്ഞു, എത്ര കൈ പൊങ്ങി? 6 കൈ, 6 പേർക്ക്. അതിൽ ഒരു വീട്ടിൽ നിന്ന് തന്നെ 2 പേരുണ്ടായിരുന്നോ എന്ന് എനിക്ക് നിശ്ചയമില്ല. ചേട്ടൻ എനിക്കുണ്ടെങ്കിൽ എനിക്ക് നിശ്ചയമില്ല. 6 കൈ എല്ലായിടത്തും പാറ്റേൺ അതാണ്. 80 ഈ 16 സ്ഥലത്തും 80എങ്കിലും ഏവറേജ് ഉണ്ട് കുട്ടികൾ. 6 കൈ. ഞാൻ പറഞ്ഞു, നിങ്ങളല്ല എൻ്റെ ഉത്തരവാദി എന്ന് എനിക്കറിയാം. വീട്ടു പ്രാർത്ഥന നടക്കണോ നടക്കണ്ടേന്ന് തീരുമാനിക്കുന്നത് മാതാപിതാക്കളാണ്, പ്രത്യേകിച്ച് സ്ത്രീകളാണ്. സ്ത്രീകൾ തീരുമാനിച്ചാൽ അവിടെ വീട്ടു പ്രാർത്ഥന നടക്കും, അല്ലെങ്കിൽ നടക്കത്തില്ല. ഇല്ല, സ്ത്രീകൾ വിചാരിച്ചാലേ നടക്കുകയുള്ളൂ. പുരുഷന്മാർ വിചാരിക്കേണ്ട കാര്യം. പുരുഷന്മാർ വന്നാലും വന്നില്ലെങ്കിലും സ്ത്രീകൾക്ക് വീട്ടു പ്രാർത്ഥന നടത്താം. പിള്ളേരെ വിളിച്ച് കൃത്യസമയത്ത് ഇവിടെ എത്ര മണിക്ക് വീട്ടു പ്രാർത്ഥന നടക്കും. രണ്ടാമത് ചോദിച്ചു, നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും വേദപുസ്തകം വായിക്കുന്നവരുണ്ട്? നിങ്ങൾക്ക് തോന്നുന്നു എത്ര പൊങ്ങിക്കാണും? അതൊരു 7-8 അത്രയേ ഉള്ളൂ. വീണ്ടും ചോദിച്ചു, നിങ്ങൾ എത്ര പേർ കാലത്തും വൈകിട്ടും പ്രാർത്ഥിക്കുന്നവരുണ്ട്? ഒരു 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു വേദപുസ്തകം വായിക്കുന്നതിനെക്കുറിച്ച് ധ്യാനിക്കുന്നതിനെക്കുറിച്ചൊന്നും അല്ല ചോദിച്ചത്. അതും അത്രയൊക്കെ ഉള്ളൂ. അത്രയേ പൊങ്ങുന്നുള്ളൂ, അത്രയേ ഉള്ളൂ എന്നുള്ളത് സത്യം. ഇത് നമ്മുടെയൊക്കെ ഇപ്പം ഞാൻ കൈ വെക്കാൻ പറഞ്ഞാൽ ഏതാണ്ടൊക്കെ അത്രയൊക്കെ ഇവിടെയും കാണുള്ളൂ എന്ന് എനിക്കറിയാം. ഇത് മാർത്തോമാ സഭയുടെ പരിച്ഛേദമാണ്. എല്ലായിടത്തും അങ്ങനെ. എന്നാൽ എല്ലായിടത്തും നല്ല ആക്ടിവിറ്റീസ് ഉണ്ട്, അതൊക്കെ ഉണ്ട്. ഒരു കുഴപ്പമില്ല. ഒരു പ്രോഗ്രാം പറഞ്ഞാൽ ഇഷ്ടം പോലെ പിള്ളേരെ കിട്ടും, ഒരൊന്നും കുഴപ്പമില്ല. പക്ഷേ കാര്യത്തോടടുക്കുമ്പോൾ ഉണ്ടാകുന്ന അനുഭവമാണ്. കുറച്ച് മരം നടാൻ വിളിച്ച നോക്കി 500 പിള്ളേരെ കിട്ടും. ഭക്ഷണം വിളമ്പാൻ വിളിച്ച് നോക്കിയേ 500 എണ്ണത്തെ കിട്ടും. പക്ഷേ ഇതൊക്കെ നമ്മൾ അലാമിങ്ങാണ്. ഇത് നമ്മളൊക്കെ നമ്മുടെ മാതാപിതാക്കൾ ശ്രദ്ധിക്കേണ്ട തലങ്ങളെക്കുറിച്ച് പറയാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊക്കെ ഇന്ന് പറ്റിയിരിക്കുന്ന അപകടം, നമ്മൾ നല്ല കുട്ടികളെ വളർത്തുന്നു, എന്നാൽ യേശുവുള്ള കുട്ടിയെ വളർത്താൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. നല്ല കുട്ടികളെ വളർത്തുന്നു, യേശുവുള്ള കുട്ടിയെ വളർത്താൻ പരാജയപ്പെട്ടു പോയിരിക്കുന്നു. ഇത് ഒന്നല്ലേ എന്ന് നിങ്ങൾ ചോദിക്കുക. ഒന്നല്ല, 2 യേശുവുള്ള കുട്ടി നല്ല കുട്ടിയാണ്. നല്ല കുട്ടിക്ക് യേശുവുമായിട്ട് ബന്ധപ്പെടണമെന്നും യാതൊരു നിർബന്ധം. നമ്മളെക്കാൾ നല്ല മനുഷ്യരെ വേറെ അവിടെ നോക്കിയാൽ കിട്ടത്തില്ലേ? എത്ര മനുഷ്യരുണ്ട്. പക്ഷേ യേശുവുള്ള കുട്ടിയെ വളർത്തണം. യേശുവുള്ള കുഞ്ഞാണെന്ന് ഉറപ്പുവരുത്തണം. അത് ചെറിയ കുട്ടിയായിരിക്കും വളർത്തണം. ഇത് സഭയുടെ ഇതാണ് സഭ.
ഈ നവീകരണ കാലഘട്ടത്തിൽ ഈ സഭയിലെ 100% ഒരുപോലെ പറയും, യേശുവാണ് എൻ്റെ കർത്താവ്, രക്ഷിതാവിൻ്റെ ദൈവം, എല്ലാത്തിനേക്കാൾ അപ്പുറം ഞാൻ യേശു കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറയും. അതാണ് ഈ സഭയുടെ ശക്തി. അതുകൊണ്ടാണ് ഈ സഭ ഇന്ന് ലോകമെമ്പാടും പടർന്ന് പന്തലിച്ച് കിടക്കുന്നത്. അവരുടെ ആ ദർശനമാണ്. കാലം കഴിയുന്നതനുസരിച്ച് ഇതൊക്കെ അങ്ങ് വെള്ളമൊക്കെ ഒഴിച്ച് ഇങ്ങനെ അതിനൊക്കെ വെള്ളം ചേർത്ത് ഇങ്ങനെ പോവുക. ഇത് തിരിച്ചു പിടിക്കുവാൻ തക്കവണ്ണം ഈ തലമുറയിൽ ജീവിക്കുന്ന നമുക്ക് സാധിക്കുന്നില്ല എങ്കിൽ സഭയുടെയും ഒക്കെ ഭാവി ഈ പടിഞ്ഞാറൻ സഭകൾ നടക്കുന്നത് പോലെയാകും. അതാകണം തിരിച്ചു പിടിക്കണം. തിരിച്ചു പിടിച്ചേ ഒക്കൂ. അതിനാ സാധിക്കുന്നു. അതിനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പറഞ്ഞ നല്ല വാക്കുകൾക്കൊക്കെ പ്രത്യേകം നന്ദി. പിന്നെ ബേബി പറഞ്ഞ അച്ഛന്മാരെ 3 കൊല്ലത്തേക്ക് വിടണമെന്ന്. ഈ അച്ഛന്മാരെ 3 കൊല്ലത്തേക്കാണ് വിടുന്നത്. പിന്നെ എന്താക്കാൻ നടക്കുന്നതെന്ന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ കുഴപ്പമാണെന്ന്, ഇടവയുടെ കുഴപ്പമാണെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു കുഴപ്പം നമ്മുടെ ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഇത്തിരി കുറവുണ്ടെന്ന് ഒരു തോന്നൽ. അച്ഛന്മാരെ ഓർത്ത് കൃത്യമായിട്ട് പ്രാർത്ഥിക്കണം. കർത്താവ് ഇവരെ എല്ലാ ദിവസവും വീട്ടുപ്രാർത്ഥനയിലൊക്കെ പ്രാർത്ഥിക്കണം. കർത്താവ് ഇവരുടെ ശുശ്രൂഷ ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരുമാനിടയാകണം. നല്ല തപ്പി നല്ല മിടുക്കര അച്ഛന്മാരെയൊക്കെയാണ് വിടുന്നത്. എന്നാ പറ്റുന്നു, എന്നെ ചിലപ്പോൾ മിടുക്ക് കൂടി പോകുന്നു. അപ്പോൾ ഇപ്പോൾ കോശി അച്ഛനെക്കുറിച്ച് പ്രാർത്ഥിക്കുക, കർത്താവ് മിടുക്ക് കൂടണ്ട, മിടുക്കോട് നല്ല ശുശ്രൂഷ ചെയ്യുവാൻ ഇടയായിത്തീരണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞാൻ കഴിഞ്ഞ ദിവസം പല പ്രാവശ്യമായിട്ട് പറയുന്നുണ്ട്, ഇത് മഴ വന്നാൽ ഇവിടെ ഒക്കെ ചോരുകയെന്ന് നിങ്ങൾ പറയാറുണ്ട്. പല പ്രാവശ്യം എന്നോട് പറയാറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു ഇതിൻ്റെ പണിയൊന്നും തുടങ്ങാം, കുറച്ചൊക്കെ ഞാനിത് തരാം, സഹായിക്കാമെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഇണക്കമില്ല. ഇത് ചോർന്നിങ്ങനെ ഒലിച്ച് ആകുന്നവരെ ഇണങ്ങത്തില്ലെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അത് എത്രയും വേഗം അതിനു വേണ്ടി ഒരു ശ്രമം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാവുന്നത് പോലെയൊക്കെ ഞങ്ങളൊക്കെ ചെയ്ത് സഹായിക്കാനായിട്ട് ഒക്കും. ഇപ്പോൾ അതിനെ കുറച്ചൊക്കെ കാശൊക്കെ നമുക്ക് ഉണ്ടാക്കാം, ബുദ്ധിമുട്ടില്ല. അതുകൊണ്ട് അതിനൊന്ന് ശ്രമിക്കുകയും അതൊരു മനോഹരമാക്കി തീർക്കാൻ തക്കവണ്ണം ഇടയാകുകയും വേണം. എനിക്ക് ഈ ഭദ്രാസനത്തിൽ നിന്ന് ഞാനിപ്പോൾ നാളെയാണല്ലോ ബർത്ത്ഡേ, അവിടെ ഒരു ചെറിയൊരു മീറ്റിംഗ് ഉണ്ട് നാളെ, കാലത്ത് കുർബാനയാണ്. അപ്പോൾ അവരെനിക്ക് സമ്മാനമായി തരുന്നത് എന്താണെന്നറിയാമോ? സമ്മാനമായി തരുന്നത് ഒരു ഡി അഡിക്ഷൻ സെൻ്ററാണ്. എന്ന് പറഞ്ഞ് മനസ്സിലായി, ഇലക്ട്രോണിക് അഡിക്ഷൻ ഡി അഡിക്ഷൻ സെൻ്ററാണ്. നിങ്ങൾക്ക് എന്താ സംഭവം എന്ന് മനസ്സിലായോ? ഇപ്പം അധിക പങ്ക് ആളുകൾ ഈ സൂത്രം തോണ്ടിയിരിക്കുന്ന പണിയാണിപ്പോൾ. കുട്ടികളങ്ങനെയാണ്. ക്ലാസ് റൂമിൽ പോയാലും ഇത് ക്ലാസ്സിൽ പഠിപ്പിക്കുന്നതല്ല, ശ്രദ്ധിക്കാൻ നേരം ഇതിങ്ങനെ തോണ്ടിയിരിക്കുകയാണ് പണി. അതിൻ്റെ അഡിക്റ്റാണ് ഒരുപാട് ആളുകൾ, പ്രായമായ ആളുകൾ, പള്ളിയിൽ വരുന്നവർ, പള്ളിയിൽ വെച്ചും ഇങ്ങനെ തന്നെ തോണ്ടിയിരിക്കുന്നവരുണ്ട്. ഇത് ഭയങ്കര ഒരു പ്രശ്നമാണ് സമൂഹത്തിൻ്റെ ഇന്നത്തെ. മറ്റേ അഡിക്ഷൻ പല ആൾക്കാർ ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. അതിന് സെൻറ്റേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ കാലത്തിന് ഇത് ഏറ്റവും ആവശ്യമുള്ള ഒരു വലിയൊരു ശുശ്രൂഷയാണിത്. ഇങ്ങനെയുള്ള കുട്ടികളെ അവിടെ താമസിപ്പിച്ച് അവർക്ക് ആവശ്യമായ കൗൺസിലിങ്ങും ആവശ്യമെങ്കിൽ ട്രീറ്റ്മെൻറ്റും കൊടുത്ത് അത് അവരെ സമൂഹത്തിലേക്ക് നല്ല പൗരന്മാരായി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സെൻറ്ററാണ്. അതാണ് നാളെ എനിക്ക് സമ്മാനമായിട്ട് അവർ തരുന്നത്. അപ്പോൾ അതെനിക്ക് വലിയ സന്തോഷം തോന്നി. കാരണം ഒരു കാലത്തിൻ്റെ ആവശ്യമനുസരിച്ച് അതിനനുസരണമായ വിധത്തിൽ പ്രവർത്തിക്കുവാൻ വേണ്ട താല്പര്യം. അപ്പോൾ അവിടെ അടുത്ത ഒരു ബന്ധിക്കോസുകാരൻ 50 സെൻറ്റ് സ്ഥലവും ഒരു 3 ഫ്ലാറ്റും കൂടി, ഒരു കെട്ടിടം കൂടെ, 3 ഫ്ലാറ്റാണ്, 3 ബെഡ്റൂമുള്ള 3 ഫ്ലാറ്റ്, 50 സെൻറ്റ് സ്ഥലം കൂടെ മർത്തോമാസ് എനിക്ക് ഡയോസിസിന് സമ്മാനം തന്നതാണ്. 4 പൈസ കൊടുത്ത് മേടിച്ചതൊന്നുമല്ല, അദ്ദേഹം നമുക്ക് തന്നതാണ്. നമ്മളൊക്കെ ഞാൻ അതിശയിച്ചു പോയി. ബന്ധിക്കോസുകാരൻ കൊണ്ട് മർത്തോമക്കാരന് തരണമെങ്കിൽ എന്തായിരുന്നു. അപ്പോൾ സാധാരണ അങ്ങനെയൊന്നും നടക്കാറില്ല. എന്നാൽ അദ്ദേഹം തന്നത് നമുക്കാണ്. നല്ല ഒരു സ്ഥലം നമ്മുടെ ഒരു പള്ളിയുടെ തൊട്ടടുത്ത് തന്നെയാണ്. അതിന് വില വെച്ചാൽ ഒരു 3 കോടി ഒക്കെ വില കിട്ടുമെന്നാണ് പറയുന്നത്. അതുപോലെയൊരു സ്ഥലമാണ്. ഏതായാലും ദൈവകൃപയാൽ അത് നമ്മളെ ഏൽപ്പിച്ചിരിക്കുകയാണ്.
അപ്പോൾ ആ സ്ഥലത്താണ് ഇത് ആരംഭിക്കുന്നത്. നമ്മൾ ഒരു കാലത്തിനനുസരിച്ച് വിധത്തിലുള്ള ശുശ്രൂഷകൾ അതാതിടങ്ങളിൽ നിർവഹിക്കുവാൻ തക്കൊണ്ടിടയാകണം. അത് പറയാനാണ് ഞാൻ ശ്രമിച്ചത്. ഭദ്രാസന സെക്രട്ടറി കൂടെ ഇവിടെ ഇരിപ്പുണ്ടല്ലോ ഒന്നും കൂടി വിചാരിച്ചുകൊണ്ട് കൂടിയാണ് പറയുന്നത്. ഓരോ കാലഘട്ടത്തിനും സമൂഹത്തിൻ്റെ ആവശ്യം ഉൾക്കൊണ്ടുകൊണ്ട് അതിനനുസരണമായ വിധത്തിലുള്ള ശുശ്രൂഷകൾ നിർവഹിക്കും. അതാണ് ദൈവത്തിൻ്റെ പ്രസാദം. അതാണ് ദൈവത്തിൻ്റെ പ്രസാദം. ആ വിധത്തിൽ എനിക്ക് വലിയ സന്തോഷം തോന്നി. അവർക്ക് ഇങ്ങനെ ഒരു ദർശനം അവർക്ക് കൊടുത്തല്ലോ എന്നൊക്കെ ഓർത്ത്. നാളെയാണ് അതിൻ്റെ ഡെഡിക്കേഷൻ. അപ്പം നിങ്ങളൊക്കെ എന്നെ പ്രാർത്ഥനകൾ ഓർക്കണമെന്ന് പ്രത്യേകിച്ച് ഓർമ്മിപ്പിക്കുന്നു. നാളത്തെ ശുശ്രൂഷകൾ ഡെഡിക്കേറ്റ് ചെയ്യപ്പെടുന്ന ആ സ്ഥാപനവും ഒക്കെ ഈ സമൂഹത്തിന് അനുഗ്രഹമായി തീരുവാനിടയാകട്ടെ, ആകണം എന്ന് പ്രാർത്ഥിക്കണം. എന്നെ ഓർത്ത് പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അഭിനന്ദ അപ്രയം തിരുമനസ്സുകൊണ്ട് അടുത്ത ആഴ്ച ഇവിടെ വരുന്നു എന്ന് അറിയുന്നില്ല, ഏറെ സന്തോഷിക്കുന്നു. ഞങ്ങളും വല്ലപ്പോഴേ കാണത്തുള്ളൂ. അദ്ദേഹം ഡൽഹിയിലായതുകൊണ്ട് പിന്നെ ഈ ആഴ്ച ക്ലർജി കോൺഫറൻസ് ആരംഭിക്കുക. അപ്പോൾ എല്ലാ ബിഷപ്പുമാരും ഉണ്ടോ, അത് കഴിഞ്ഞ് സിനഡുണ്ട്. അതുകൊണ്ട് അവിടെ വെച്ച് ഞങ്ങൾ ഒരുമിച്ച് കാണുന്നതായിരിക്കും. അപ്പം നിങ്ങളന്ന് ഒരുമിച്ച് പിടിച്ചാൽ നമുക്കിതൊന്ന് ശരിയാക്കാൻ ഒക്കും. ഞങ്ങൾക്ക് ചെയ്യാവുന്ന ശുശ്രൂഷകളും സഹായവും കൈത്താങ്ങലും ഒക്കെ ഞങ്ങൾ ചെയ്യുന്നതാണ് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ടും നിങ്ങൾ പറഞ്ഞ നല്ല വാക്കിനും സമ്മാനങ്ങൾക്കുമൊക്കെ നന്ദിയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിച്ച് ആശീർവദിക്കട്ടെ. Thank you, Tirumeni. An event would never be this memorable without the whole group sitting here. I welcome Sri Gilbert Paul for addressing the vote of thanks. നമ്മുടെ ഈ മീറ്റിങ്ങിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുകയാണ്. വളരെയധികം നേരം കടന്നുപോയി എങ്കിലും തിരുമേനിയോടുള്ള വാത്സല്യവും സ്നേഹം കൊണ്ട് എല്ലാവരും അക്ഷമരായിട്ടിരുന്നു. അതിനുള്ള ഏറ്റവും വലിയ സന്തോഷം അറിയിച്ചുകൊള്ളട്ടെ. ഇന്ന് നമ്മളെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഇടയെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷവും അനുഗ്രഹീതമായ ഒരു ദിവസമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമ്മുടെ ഇടവകയുടെ വാത്സല്യപുത്രനായ അഭിവന്ദ്യ തിരുമേനി ആർത്താറ്റ് ഇടവകയിലേക്ക് എഴുന്നള്ളുകയും വിശുദ്ധ കുർബാന ശുശ്രൂഷയിലും അതുപോലെ തന്നെ ആത്മീയ വചനവും നമുക്ക് പകർന്നു തന്ന് നമ്മളതിനെ ആത്മീയ വചനത്തിൽ നിറച്ചു. തിരുമേനിയുടെ ജന്മദിനാശംസകളിലൂടെ തിരുമേനി നമുക്കന്ന് വളരെയധികം നല്ല ദൂതൊക്കെ പറഞ്ഞു തന്നു. ജന്മദിനത്തിലേക്ക് പ്രവേശിക്കുന്ന തിരുമേനിയോടൊപ്പം ആ സന്തോഷത്തിൽ നമ്മളും പങ്കുചേർന്നു. തിരുമേനി മേൽപ്പെട്ട ശുശ്രൂഷയിലേക്ക് പ്രവേശിച്ച് 35 വർഷം പിന്നിടുമ്പോൾ ദൈവം തമ്പുരാൻ നടത്തിയ ദൈവവിളെ ഓർത്തുകൊണ്ട് തിരുമേനി അവസരം ലഭിക്കുമ്പോഴൊക്കെ മാതൃയിടവയിൽ തന്നെ കടന്നു വന്ന് ജന്മദിനം തൻ്റെ പ്രിയമക്കളോടൊപ്പം ആയിരിക്കുവാൻ പലപ്പോഴും ശ്രദ്ധിച്ചു എന്നുള്ളത് ഞാൻ ഇത്തരത്തിൽ ഓർക്കുകയാണ്. സഫ്രഗൻ മെത്രാപ്പൊലീത്ത ആയിട്ട് അവരോധിക്കപ്പെട്ടപ്പോൾ തിരുമേനി ആദ്യമായിട്ട് കടന്നു വന്നതും മാതൃയിടയിലേക്ക് തന്നെയായിരുന്നു. തിരുമേനിയുടെ കരുതലും സ്നേഹവും വാത്സല്യവും ഇടവകയായിട്ട് ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഇടവകയുടെ സ്നേഹാദരവും ജന്മദിനാശംസകളും ഞങ്ങൾ തിരുമേനിയെ അറിയിക്കുന്നു. ഈ ഇന്ന് മാതൃകയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ ആശീർവദിച്ച ചെങ്ങന്നൂർ മാവേലിക്കര ഭദ്രാധ്യക്ഷനായിരിക്കുന്ന നിതാന്തവന്യ ദിവ്യമഹിമശ്രീ അഭിവന്ദ്യ ഡോക്ടർ യുവാക്കിം മാർ കുർലോസ് സഫർഗൻ മെത്രാപോലിത്തയോടുള്ള ഇടവകയുടെ നന്ദിയും സ്നേഹവും ഏറ്റവും ഭക്ത്യാദരപൂർവ്വം അറിയിച്ചുകൊള്ളുന്നു. നമ്മുടെ ഈ യോഗത്തിനെ അധ്യക്ഷം വഹിക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട ഇടവകാരി ബഹുമാനപ്പെട്ട കോശി കുര്യനച്ഛനാണ്. കുറച്ച് മാസങ്ങളെ നമ്മുടെ ഇടവകയിലായിട്ടുള്ളൂ എങ്കിലും അച്ഛൻ 4 വർഷമായി ആർത്താറ്റ് ഇടവകയെ തൊട്ടറിയുന്ന ഒരു അച്ഛനാണ്. അപ്പം നേരത്തെ വൈസ് പ്രസിഡന്റ് പറഞ്ഞു നമുക്ക് നല്ലൊരു അച്ഛനെ തരണമെന്ന്. അപ്പോൾ ആദ്യമൊന്നും വിഷമിച്ചു, എന്നെങ്കിലും അദ്ദേഹം തന്നെ അത് തിരുത്തി ഇപ്പോഴുള്ള അച്ഛൻ നല്ലതാണ്, 3 വർഷം ഇവിടെ നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അച്ഛൻ്റെ ആത്മീയമായ ശുശ്രൂഷ ഇടവകയ്ക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അച്ഛനും കൊച്ചമ്മയും കുഞ്ഞുമൊക്കെ ഈ ഇടവകയുടെ മക്കളായിട്ട് ഞങ്ങൾ കാണുവാൻ ഇടയായി.
അത് 4 വർഷം ഈ സെൻറ്ററിൽ നിന്ന് പ്രവർത്തിക്കുന്നതിൻ്റെ ഒരു ഗുണമാണെന്ന് മനസ്സിലാക്കുന്നു. അച്ഛനോടും എലിസബത്ത് കൊച്ചമ്മയോടും ജിയാന മോളോടുമുള്ള ഇടവകയുടെ നന്ദി സ്നേഹവും ഏറ്റവും വിനയപുരസ്സരം അറിയിച്ചുകൊള്ളുന്നു. ഇന്ന് നമുക്ക് ഒരു അതിഥിയായിട്ട് കടന്നു വന്നിരുന്നത് നമ്മുടെ ഭദ്രാസന സെക്രട്ടറി സജി ബി ജോൺ അച്ഛനാണ്. അച്ഛൻ ഇന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കുചേരുകയും ആശംസകൾ അറിയിക്കുകയും ഒക്കെ ചെയ്തു. അച്ഛനെ നമുക്ക് അപരിചിതനല്ല. നമ്മുടെ ഇടവകയുടെ എല്ലാ ആവശ്യങ്ങളിലും അച്ഛൻ ഇവിടെ കടന്നു വരാറുണ്ട്. നമ്മുടെ പ്രതിസന്ധി ഘട്ടങ്ങളിലും അച്ഛൻ വന്ന് ഇവിടെ നമുക്ക് നല്ല ആലോചനകളും നേതൃത്വമൊക്കെ നൽകി തന്നു. അച്ഛൻ ഏറ്റവും മര്യാദമായ രീതിയിൽ ഇന്നൊരു ഗാനാലാപനം നടത്തി. അച്ഛൻ്റെ ശുശ്രൂഷകളെയൊക്കെ മാനിക്കുന്നു. ഇന്ന് ഈ ഇടവകയിലേക്ക് കടന്നു വന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച ബഹുമാനപ്പെട്ട റവറൻറ്റ് സജി ബി ജോൺ അച്ഛനോടുള്ള ഇടവകയുടെ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. ഈ മീറ്റിങ്ങിൽ പ്രാരംഭ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകിയത് നമ്മുടെ പ്രിയപ്പെട്ട CC പാപ്പച്ചേട്ടനാണ്. അതുപോലെ തന്നെ സ്വാഗത പ്രസംഗം നടത്തിയത് ഇടവക സെക്രട്ടറി ഷീന ബിജുവാണ്. അവരോടുള്ള ഇടവകയുടെ നന്ദി സ്നേഹവും ഈ സമയത്ത് അറിയിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ആശംസകൾ നേർന്ന ഇടവക വൈസ് പ്രസിഡന്റ് CU ബേബി, സലോമി ജേക്കബ്, അതുപോലെ തന്നെ സൺഡേ സ്കൂൾ കുട്ടികൾ, ഇടവക ട്രസ്റ്റി ജോൺ ടി തോമസ്, കോയറംഗങ്ങൾ, സമാപന പ്രാർത്ഥനയ്ക്ക് ഇനി നേതൃത്വം നൽകുന്ന ശ്രീമതി ശോശാമ്മ മോഹൻ, പ്രിയപ്പെട്ട ഇടവാംഗങ്ങൾ, കൈസ്ഥാന സമിതി അംഗങ്ങൾ, എല്ലാവരോടുമുള്ള നന്ദി സ്നേഹവും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു. ഇപ്പോൾ ശ്രീമതി ശോശാമ്മ മോഹൻ സമാപന പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകുകയും തുടർന്ന് അഭിവന്യ തിരുമേനി ആശീർവാദം നൽകുന്നതുമാണ്. അതിനു തുടർന്ന് കൈമുത്ത് ലഭിക്കുവാൻ എല്ലാവരും 2 വരിയായി കടന്നു വരേണ്ടതാണ്. സ്നേഹവാനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വിശുദ്ധ ദിവസം ഞങ്ങൾക്ക് അനുഗ്രഹകരമാക്കി തന്ന വലിയ സ്നേഹത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങളുടെ ഇടവകയിലെ ഇന്നത്തെ ശുശ്രൂഷകളിലൊക്കെയും കർത്താവേ നീ പ്രസാദിച്ചിരിക്കുകയാൽ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾക്ക് പല ഭവനങ്ങളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നൊക്കെയും ഇവിടെ വന്നുകൂടി ദൈവത്തെ ആരാധിപ്പാനും തിരുമേശയിൽ സംബന്ധിപ്പാനൊക്കെയും നീ മഹാഭാഗ്യം തന്നല്ലോ. അതിനായിട്ട് നിന്നെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് കുർബാന അർപ്പിച്ച തിരുമേനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാവുന്നു. കർത്താവേ, നിൻ്റെ മകനെ ഇതുവരെ നീ എടുത്ത് ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന വലിയ സ്നേഹത്തിനായിട്ട് നന്ദി നിറഞ്ഞ ഹൃദയത്തോട് നിനക്ക് സ്തുതിക്കുന്നു. കർത്താവേ, എൻ്റെ മകൻ ജനിച്ച നാൾ മുതൽ ഈ സമയം വരെയും കർത്താവെ വിവിധങ്ങളായിട്ടുള്ള ജീവിതാനുഭവങ്ങളിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ദൈവമേ നിൻ്റെ ചിറകടിയിൽ സൂക്ഷിച്ച് ജയോത്സവമായി കർത്താവെ ഇന്ന് വരെ നിലനിർത്തിയ വൻകൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, നിൻ്റെ മകനെ പരിപാലിച്ച് ഈ ക്രിസ്തു മാർഗത്തിൽ കൂടി വളർത്തിയെടുത്ത ഇടവകയ്ക്കും മാതാപിതാക്കൾക്കും എല്ലാവർക്കുമായിട്ട് സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മകനെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറച്ച് വഴി നടത്തണമേ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പുതിയ ഒരു വർഷം പൂർത്തിയാക്കുമ്പോൾ കർത്താവെ, പുതിയ വർഷത്തിലേക്ക് നാളെ പ്രവേശിക്കുകയാണല്ലോ. പുതിയ കൃപകൾ ധാരാളമായി പകരണമേ പ്രാർത്ഥിക്കുന്നു. നിൻ്റെ ചിറകടിയിൽ നിൻ്റെ ബലമുള്ള കൈക്കീഴിൽ കത്താണിരുന്നു കൊണ്ട് ലോകത്തിന് നന്മ ചെയ്യുവാൻ തക്കവണ്ണം എല്ലാവരോടും കൃപ കാണിപ്പാൻ തക്കവണ്ണം അനുഗ്രഹമായി എല്ലാവർക്കും ഇരിപ്പാൻ തക്കവണ്ണം
നീ ഉപയോഗിച്ചു കൊള്ളണമേ പ്രാർത്ഥിക്കുന്നു. ഇന്നും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നതിനാൽ സ്തോത്രം ചെയ്യുന്നു. നിൻ്റെ മകനിൽ കൂടി അനേകർക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു കർത്താവേ. ഇനിയും കർത്താവ് ഇന്നുവരെ നടത്തിയ വലിയ കൃപയിൽ തുടർന്നും കർത്താവേ നീ നടത്തിക്കൊള്ളണമേ. ശരീരത്തിനാവശ്യമായ ആരോഗ്യവും ബലവും ശക്തിയും നൽകണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ സമയത്ത് ഞങ്ങളുടെ മെത്രാപ്പോലീത്ത തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. ആത്മാവിലും ശരീരത്തിലും കൂടുതലായി ശക്തീകരിച്ച് സഭയെ നിലനിർത്തുവാൻ നേതൃത്വം നൽകുവാൻ തക്കൊണ്ട് എൻ്റെ മകനെ അനുഗ്രഹിച്ചു കൊള്ളണമേ. ഞങ്ങളുടെ എല്ലാ തിരുമേനിമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവെ. എൻ്റെ മക്കളെല്ലാം ഭരമേൽപ്പിച്ചിട്ടുള്ളതായ ഭാരപ്പെട്ട ചുമതലകൾ എല്ലാ ചുമതലകളും ഏറ്റവും അനുഗ്രഹകരമായി ദൈവപ്രസാദമായി ചെയ്യുവാൻ തക്കവണ്ണം എൻ്റെ മക്കൾക്കൊക്കെ കൃപ നൽകണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവകയിൽ നിന്ന് വീണ്ടും ഒരു തിരുമേനിയെ കൂടെ നിനക്ക് എടുക്കുവാൻ തിരുമനസ്സായല്ലോ. അപ്പുറം തിരുമേനിയെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കുടുംബത്തിന് വേണ്ടി ഒരുക്കിവിട്ട മാതാപിതാക്കൾക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുന്നു. എൻ്റെ മകനെയും ഏൽപ്പിച്ചിട്ടുള്ള ചുമതലകൾ ഏറ്റവും അനുഗ്രഹകരമായി നിറവേറ്റുവാൻ തക്കവണ്ണം ശക്തീകരിച്ചു കൊള്ളണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ പട്ടക്കാർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഇന്ന് എൻ്റെ മക്കളെ ഏൽപ്പിച്ചിരിക്കുന്ന സ്ഥാനങ്ങളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ആടുകളെ നിങ്ങളിലേക്ക് നയിക്കുവാൻ തക്കണവരെ പരിശുദ്ധാത്മാവുകൊണ്ട് നിറച്ച് വഴി നടത്തണമേ. നല്ല ഇടയന്മാരായി ശുശ്രൂഷ ചെയ്യുവാൻ തക്കോണം നിൻ്റെ മക്കൾക്കൊക്കെ സഹായിക്കണമേ പ്രാർത്ഥിക്കുന്നു. എല്ലാ സുവിശേഷ വേലക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവേ. പ്രതികൂലതകൾ അനവധി നിറഞ്ഞതായ ഈ ലോകത്തിൽ ഈ സന്ദർഭങ്ങളിൽ ഈ കാലയളവിൽ നിൻ്റെ മക്കൾക്ക് ആവശ്യമായ ബലം നീ കൊടുത്ത് വഴി നടത്തണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ ഇടവകയെ വീണ്ടും തിരുസന്നിധിയിൽ വയ്ക്കുകയാണ് കർത്താവേ. ഇടവകയിലുള്ള എല്ലാ മാതാപിതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് കർത്താവേ. നീ ആകർഷിക്കാതെ ആർക്കും നിൻ്റെ അടുക്കൽ വരുവാൻ സാധ്യമല്ലല്ലോ കർത്താവേ. മാതാപിതാക്കളെ കൂടുതലായിട്ട് ഒരുക്കണമേ. പ്രത്യേകമായിട്ട് മാതാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. തങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പൈതങ്ങളെ കർത്താവിന് വേണ്ടി വളർത്തുവാൻ തക്കവണ്ണം നിൻ്റെ മക്കളെ നീ സഹായിക്കണമേ, ശക്തീകരിക്കണമേ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളാൽ ഒന്നും സാധ്യമല്ലല്ലോ കർത്താവേ. നീ നിൻ്റെ മക്കളെ വഴി നടത്തണമേ. കുഞ്ഞുങ്ങളെ നിങ്ങളിലേക്ക് നേടുവാൻ തക്കവണ്ണം എല്ലാവരെയും ഒരുക്കിക്കൊള്ളണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഞങ്ങളുടെ സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കുഞ്ഞുങ്ങളും പഠിക്കാൻ ആഗ്രഹമുണ്ടായിട്ട് വരാൻ സാധിക്കാത്ത കുഞ്ഞുങ്ങളെ എല്ലാവരെയും നീ ചേർത്ത് പിടിച്ചു കൊള്ളണമേ പ്രാർത്ഥിക്കുന്നു. ഇടവകയെ നിൻ്റെ തണലിൽ എല്ലായ്പ്പോഴും സൂക്ഷിക്കണമേ. ഇടവക ദേശത്തിന് അനുഗ്രഹകരമായി ശോഭിപ്പാൻ തക്കവണ്ണം പ്രകാശിക്കുവാൻ തക്കവണ്ണം കർത്താവേ ഇവിടെ നിൻ്റെ സാന്നിധ്യം എല്ലായ്പ്പോഴും കൂടെ ഇരിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആകാശവും ഭൂമി സൃഷ്ടിച്ച കർത്താവിനാൽ വാത്സല്യമുള്ളവരെ നിങ്ങളേവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായി കൂട്ടായ്മയിൽ വന്ന് സംബന്ധിച്ച നിങ്ങളേവരെ ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹായുമായ ത്രിയേക ദൈവം ബലഹീനതയും കുറവുമുള്ള നമ്മുടെ പ്രാർത്ഥനകൾ സിംഹാസനത്തിന് മുൻപാകെ കേൾക്കുകയും കൈക്കൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ.